السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم ألهمنا مراشد أمورنا وأعذنا من شرور نفوسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഔദാര്യവും കരുണയും കൊണ്ട് നമ്മളുടെ ഈ ഒരുമിച്ച് കൂടലും മജ്ലിസുമെല്ലാം പൂർണ്ണമായ നിലയിൽ കബൂലാക്കുകയും ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അല്ലാഹു തആല ഇതിനെ എത്തിക്കുകയും നാം എല്ലാവരെയും ഈ സ്ഥാപനത്തെയും സ്ഥാപനത്തിൽ വന്നു പോയവരെയും ഇനി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്നവരെയും അല്ലാഹു തആല പരിശുദ്ധമായ ദീനിൻ്റെ യഥാർത്ഥ കാവൽ ഭടന്മാരായി കബൂലാക്കുമാറാകട്ടെ. അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളോടുകൂടി എല്ലാ യോഗ്യതകളോടുകൂടി ഈ സ്ഥാപനത്തെയും സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അല്ലാഹു തആല നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. രണ്ട് കാര്യങ്ങൾ ഈ സദസ്സിൻ്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നതാണ്. ഒന്ന്, പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയുടെ അവസാനത്തെ ദർസിന്റെ മജ്ലിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കിതാബിനെ ഈ ലോകത്ത് ഏറ്റവും ഉറപ്പുള്ളതും സംശയരഹിതമായ നിലയിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് കനിഞ്ഞരുളിയ പരിശുദ്ധമായ കിതാബ്. ഇതിന്റെ വിശദീകരണമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷക്കാലത്തെ ജീവിതം മുഴുവനും എല്ലാ അനക്കവും അടക്കവും എല്ലാ ചലനങ്ങളും, അത് തങ്ങളുടെ പ്രവൃത്തിയാണെങ്കിലും ശരി, സംസാരമാണെങ്കിലും ശരി, തങ്ങളുടെ പ്രയോഗങ്ങളാണെങ്കിലും ശരി, ജീവിത രീതികളാണെങ്കിലും ശരി, തങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ശൈലികളാണെങ്കിലും ശരി, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ സംസാരത്തിലോ പ്രവർത്തനത്തിലോ മറ്റോ ഉണ്ടാകുന്ന സൂചനകളാണെങ്കിലും ശരി, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധമായ ഖുർആൻ ഷരീഫിന്റെ വിശദീകരണമാണ്, വിവരണമാണ്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ച ബാധ്യതയാണ് പരിശുദ്ധമായ കിതാബ് തങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നു. അത് പൂർണ്ണമായ നിലയിൽ വിവരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഏൽപ്പിച്ച് തങ്ങൾ അത് ജനങ്ങൾക്ക് നിർവഹിക്കണമെന്ന് അല്ലാഹു തആല ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ കൂടി തങ്ങൾ ചെയ്തത് 23 വർഷക്കാലം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ നിലയിൽ ഏതെങ്കിലും ഒരു മാതൃകാ പുരുഷനെ കുറിച്ച് നമ്മളൊക്കെ പറഞ്ഞാൽ അവരുടെ മുഴുവൻ വാക്കുകളും ശരിയായ നിലയിൽ ശ്രദ്ധിച്ച് അതിൻ്റെ വ്യാപ്തിയും അതിൻ്റെ വിവരണങ്ങളും വിശകലനങ്ങളെല്ലാം മനസ്സിലാക്കി അതിനെ പൂർണ്ണമായ നിലയിൽ ജീവിതത്തിൽ പകർത്തണം, അതേ നിലയിൽ തന്നെ ജീവിക്കണം. അതല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ നോക്കി അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മനസ്സിലാക്കി പഠിച്ച് അതേ രീതിയിൽ ജീവിതത്തെ ആക്കി തീർക്കണം എന്നെല്ലാം പറയാറുണ്ട്. അവരുടെ കൽപ്പനകളെ, വചനങ്ങളെ അനുസരിക്കണം, അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളെ അനുസരിക്കണം, അതിനെ പിൻപറ്റണം, അതേപോലെ ചെയ്യണം, അവരെ മാതൃകയാക്കണം.
അവരുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, ഇങ്ങനെ ഓരോന്നോരോന്ന് പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതൊക്കെ പറയാൻ അല്ലാഹുവിന് അറിയാം. അല്ലാഹുവിന് വാക്ക് കിട്ടാഞ്ഞിട്ടല്ല. ലഖദ് കാന ലക്കും ഫീ അഖ്വാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഖദ് കാന ലക്കും ഫീ അഫ്ആലി റസൂലില്ലാഹ്, ലഖദ് കാന ലക്കും ഫീ അഹ്വാലി റസൂലില്ലാഹ്. എന്ത് വേണമെങ്കിലും അല്ലാഹുവിന് പറയാം. ഏത് വാക്കും അല്ലാഹുവിന് കിട്ടും. അല്ലാഹുവിന് അറിയാത്ത ഭാഷയില്ലല്ലോ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ റസൂലുള്ളാഹി, ഇപ്പൊ റസൂലുള്ളാഹിയുടെ വാക്കുകളാണോ, പ്രവൃത്തികളാണോ, പെരുമാറ്റങ്ങളാണോ, സ്വഭാവങ്ങളാണോ, ചലനങ്ങളാണോ, നിശ്ചലനങ്ങളാണോ, അനക്കമാണോ, അടക്കമാണോ, സൂചനയാണോ, വ്യംഗ്യമായി സൂചിപ്പിച്ചതാണോ, വ്യക്തമായി സൂചിപ്പിച്ച സൂചനകളാണോ, ഇതൊന്നും ചർച്ചയില്ല അവിടെ. ഏതുമാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും എന്താണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങോട്ടെങ്കിലും നടന്നപ്പോൾ ആ നടക്കുന്നതിന്റെ രീതി പോലും പിൻപറ്റപ്പെടാവുന്ന കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തത്തെ കുറിച്ച് പറയുന്നുണ്ട്, തങ്ങൾ നടക്കുമ്പോൾ കഅന്നമാ യൻഹത്തു മിൻ സബബ്, തങ്ങൾ നടക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പതുക്കെ ഇറങ്ങുന്നത് മാതിരി തങ്ങൾ നടക്കുമായിരുന്നു. നമ്മളൊക്കെ നടന്ന, ഇവിടെ ഒരു കാര്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ടെറസിന്റെ മുകളിൽ കൂടെ ആരെങ്കിലും രണ്ട് മുത്തഅല്ലിമീങ്ങൾ നടന്നാൽ ഇവിടെ ഇരിക്കുന്നവർ മുഴുവൻ പേടിച്ചു പോകും. എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഓടുകയാണെങ്കിൽ പൊളിഞ്ഞു വീഴുമോന്ന് എല്ലാവരും മുകളോട്ട് നോക്കും, ടെറസെങ്ങാനും പൊളിഞ്ഞു വീഴുമോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നാൽ അങ്ങനെ ഒരു ആള് നടക്കുന്നു എന്നുള്ളത് അറിയുക പോലുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ കാലിന്റെ മുൻഭാഗം ഊന്നി നടക്കുമായിരുന്നു. ഫീസ് അലാ സുദൂരി ഖദമൈ. നമ്മളൊക്കെ നടക്കുമ്പോൾ നമ്മളുടെ കാല് ബലപ്പെടുത്തി ഊന്നി നടക്കാറുണ്ട്. മടമ്പുകാൽ ഊന്നിയാണ് നടക്കുന്നത് നമ്മൾ സാധാരണ നിലയിൽ. അപ്പോഴേ ബലം കിട്ടുള്ളൂ നടപ്പിന്. മടമ്പുകാൽ ഊന്നി നടന്നാൽ ശബ്ദം കേൾക്കും എവിടെ നടന്നാലും. കാലിന്റെ മുൻഭാഗം വിരലുകൾ ഊന്നി നടന്നാൽ, അമർത്തി നടന്നാൽ ശബ്ദം കേൾക്കില്ല, അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴോട്ട് ഇറങ്ങുന്നത് പോലെ നടക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, കുന്നിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ മടമ്പുകാല് പതിയൂല, ബലപ്പെടൂല. കാലിന്റെ മുൻഭാഗമേ, വിരലുകളെ ബലപ്പെടുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തത്തിന്റെ ഈ രീതി പോലും നമ്മളുടെ മുമ്പിൽ വിവരിക്കപ്പെട്ടതാണ്. അതുമാത്രമല്ല, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുമ്പോൾ തങ്ങളുടെ കാല് എങ്ങനെയാണ് തങ്ങൾ വെച്ചിരുന്നത്, കൂട്ടത്തിൽ നടക്കുന്ന ആളുകളെക്കാൾ മുന്തിപ്പോകാൻ പാകത്തിന് തങ്ങൾ കാല് വയ്ക്കുമായിരുന്നില്ല. ഞാനാണ് മുമ്പിൽ നടക്കുന്നത്, വലിയ ആള് ഞാനാണ് എന്ന് ധരിക്കുന്ന തരത്തിൽ തങ്ങൾ മുമ്പിൽ നടക്കാറില്ല, കാല് മുന്നോട്ട് വെക്കാറില്ല. കൂട്ടത്തിൽ സഹാബാക്കളോടൊപ്പം നടക്കുമ്പോൾ ഒപ്പമാണ് നടന്നിരുന്നത്. അപ്പൊ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടത്തത്തിന്റെ രീതിയാണ്. അതുപോലും നമ്മളുടെ മുമ്പിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പൂർണ്ണമായും നിങ്ങൾക്ക് പിൻപറ്റാനുള്ള മാതൃകയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ എന്തിനെ പിൻപറ്റണം? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമോ, തങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ അനുസരിക്കണമോ, തങ്ങളുടെ നിർദ്ദേശങ്ങളാണോ നിങ്ങൾ കേൾക്കേണ്ടത്, അതോ തങ്ങൾ പറയുന്ന ദീനിയായ നിയമങ്ങളാണോ നിങ്ങൾ അനുസരിക്കേണ്ടത്? അല്ലാഹു പറഞ്ഞു, അല്ല. വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ ആതാകുമുർ റസൂലു ഫഖുദു. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് കൊണ്ടുവന്ന് തന്നോ അത് മുഴുവനും നിങ്ങൾ അങ്ങനെ തന്നെ സ്വീകരിച്ചോളണം. ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പൂർണ്ണമായ നിലയിൽ ഈ കിതാബിന്റെ, ഖുർആനിന്റെ വിവരണമാണ്, വിശദീകരണമാണ്. അതിൽ ആ വിശദീകരണത്തിന്റെ കൂട്ടത്തിൽ ഇന്ന് ലോകത്ത് ഉമ്മത്തിന്റെ കയ്യിലുള്ള ഏറ്റവും അസഹായ കിതാബ്, അസഹുൽ കുതുബി ബഅദ കിതാബില്ല, ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ അംഗീകരിക്കാൻ പറ്റുന്ന, സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും യോഗ്യമായ ഒരു കിതാബ്, ഒരു വിവരണമെന്ന് പറയുന്നത് പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയാണ് എന്ന് എല്ലാ കാലത്തും എല്ലാ തരത്തിലുള്ള ഉലമാക്കളും സമ്മതിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ മനുഷ്യൻ എന്തെല്ലാം ചെയ്യുമെന്നുള്ളത് പരിശോധിച്ച് മനുഷ്യന്റെ ഈ മുഴുവൻ ജീവിതത്തെയും പൂർണ്ണമായ നിലയിൽ കണക്കെടുത്ത് അതിന് പ്രതിഫലവും, തെറ്റാണെങ്കിൽ അതിൻ്റെ പ്രതികാരം എന്താണെങ്കിൽ അതും
വീട്ടുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ദാറുൽ ആഖിറ, ആഖിറത്തിൽ വെച്ചത് തീരുമാനിക്കാനാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തീരുമാനിക്കുന്നത്, നിശ്ചയിക്കുന്നത് തൂക്കിയാണ്. പ്രവർത്തനങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ സംസാരം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കേൾവി, ഇതെങ്ങനെ തൂക്കാൻ സാധിക്കും? മനുഷ്യന്റെ മുമ്പിൽ പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കും? ഞാൻ സംസാരിക്കുന്നതെല്ലാം 1 മണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോൾ എല്ലാം കൂടെ തൂക്കി എത്ര കിലോ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇത്ര കിലോ ഉണ്ട് സംസാരം എന്നെല്ലാം കൂടെ ചേർത്ത് വെച്ച്? മീൻ തൂക്കുന്നത് മാതിരി, പലവ്യഞ്ജനങ്ങൾ തൂക്കുന്നത് മാതിരി തൂക്കാൻ പറ്റും? ഇന്ന് എന്തെങ്കിലും ആധുനിക സംവിധാനങ്ങൾ കൊണ്ട് സംസാരം വേണമെങ്കിൽ തൂക്കാമെന്ന്, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള അളവുകൾ അറിയാമെന്ന് തീരുമാനിക്കപ്പെട്ടാലും സാധ്യമായതാണെങ്കിലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കേൾക്കുന്ന ഈ കേൾവി എങ്ങനെ തൂക്കാൻ സാധിക്കും? കേട്ടതെല്ലാം കൂടി ചേർത്ത് വെച്ച് തൂക്കാൻ പറ്റും? അപ്പൊ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ, കേട്ടതും ഒരു ജോലിയാണ്, പ്രവൃത്തിയാണ്. ഇവിടെ ഇരുന്നതും ഒരു പ്രവൃത്തിയാണ്. 2 മണിക്കൂർ മസ്ജിദിൽ ഒരാൾ ഇരുന്നു, എന്നിട്ട് അതിനുശേഷം ഞാൻ ഇരുന്നതിന്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര കിലോ ഉണ്ട് ഞാൻ ഇരുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു ത്രാസിലാണ് കയറി ഇരുന്നതെങ്കിൽ ആളുടെ വെയിറ്റ് പറയാം, അല്ലെങ്കിൽ അതിൽ അമർത്തുകയാണെങ്കിൽ അമർത്തിയതിന്റെ വെയിറ്റ് എത്രയാണെന്ന് പറയാം. പക്ഷെ 1 മണിക്കൂർ മസ്ജിദിൽ ഇരുന്നതിന് ശേഷം ഞാൻ ഇരുന്നതിന്റെ വെയിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാൻ സാധിക്കും? അതെങ്ങനെ തൂക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു തൂക്കും, ഞാൻ ഇതെല്ലാം തൂക്കുമെന്ന്, എല്ലാം തൂക്കും. അപ്പൊ ഇത് മനുഷ്യന് സമ്മതിക്കാനോ സഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത ഒരു കാര്യമാണ്. നടക്കുവോ? ആരും സമ്മതിക്കുകയില്ല നടക്കുമെന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ അല്ലാഹു തആല ഈ നിലയിലുള്ള അല്ലാഹുവിന്റെ ഓരോരോ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഖുർആനിൽ വിവരിച്ചിരിക്കുന്നതിനെ കുറിച്ച് ഈ ലോകത്ത് അതിനെ സമ്മതിക്കാൻ, ഉൾക്കൊള്ളാൻ പറ്റാത്ത ധാരാളം വിഭാഗങ്ങൾ വന്നുപോയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനമായിട്ടും അള്ളാഹുവിന്റെ ഈ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല എന്ന് വാദിക്കുന്ന ചില ആളുകളുമുണ്ട്. അള്ളാഹുവിന്റെ യഥാർത്ഥമായ തൗഹീദിന്റെ ഇങ്ങനത്തെ ഗുണങ്ങളെ, അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അഫ്ആലുകളെ ഒക്കെ നിഷേധിക്കുന്ന, സമ്മതിക്കാൻ മടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഒരുപാട് ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഇങ്ങനത്തെ ആളുകൾക്ക് ഈ കാര്യം മുഴുവൻ ശരിയാണ്, ഉള്ളതാണ്, നടക്കുന്നതാണ്, സാധ്യമായതാണ് എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി കിതാബിന്റെ ആരംഭത്തിൽ കിതാബുൽ ഈമാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറഞ്ഞെങ്കിലും അവസാനത്തിൽ കിതാബു തൗഹീദ്, അതുപോലെ കിതാബുർ റദ്ദ് അലൽ ജഹമിയ്യ, ഇതെല്ലാം പറഞ്ഞ് അങ്ങനത്തെ തെറ്റായ ധാരണകളുള്ള ആളുകളുടെ ധാരണ മുഴുവനും അദ്ദേഹം ഇല്ലാതാക്കുകയാണ്, നിഷേധിക്കുകയാണ്. സമർത്ഥമായ നിലയിൽ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവുകയല്ല. ആ കൂട്ടത്തിൽ അവസാനമായി അദ്ദേഹം പറഞ്ഞു, അവസാനമുണ്ടാകുന്നത്, തീരുമാനമുണ്ടാകുന്നത് തൂക്കിയിട്ടാണ്, ത്രാസാണ്, മീസാൻ. ഇതിനെക്കുറിച്ച് നടക്കുകയില്ല എന്ന നിങ്ങളുടെ തോന്നൽ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞത് സത്യമാണ്. ബാബു ഖൗലില്ലാഹി തആല വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ ജീവിതം മുഴുവൻ അല്ലാഹു തൂക്കും. ഖിയാമത്ത് നാളിൽ തൂക്കുമെന്നല്ല അല്ലാഹു തആല പറഞ്ഞത്, നളഉൽ മവാസീനൽ ഖിസ്ത, വളരെ കൃത്യമായ നിലയിൽ, അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാത്ത. ദുനിയാവിൽ തൂക്കുന്ന എല്ലാ ത്രാസുകളിലും മറിമായങ്ങളുണ്ട്. ഏത് ത്രാസിൽ തൂക്കിയാലും, സ്വർണ്ണക്കടയിൽ കൂട്ടിനകത്ത് അടച്ചു വെച്ചേക്കുന്ന ത്രാസുണ്ട്, അതിലാണ് തൂക്കുന്നത്. കാരണം അതിൽ അല്പം വ്യത്യാസം വന്നാൽ ഒരുപാട് കാശിന് വ്യത്യാസം വരും. 1 മില്ലി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മതി. അങ്ങനെ കൃത്യമായ നിലയിൽ സൂക്ഷിച്ച് പെട്ടിക്കകത്ത് അടച്ചു വെച്ച് തൂക്കുന്ന ത്രാസുണ്ട്. അങ്ങനത്തെ ത്രാസിൽ തൂക്കിയാലും ഒന്ന് കാറ്റടിച്ചാൽ മതി, ഈ സാധനം വെച്ചേക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ ഫാന്റെ കാറ്റടിച്ചാൽ മതി, ഈ കാറ്റിന്റെ വെയിറ്റ് കൊണ്ട് തൂക്കം കൂടും, വ്യത്യാസം വരും. പിന്നെ ബാക്കി വലിയ വലിയ സാധനങ്ങൾ തൂക്കുന്നതാണെങ്കിൽ അതിന്റെ വ്യത്യാസം പറയണ്ട. 2 ടൺ കമ്പി വാങ്ങിച്ച വീട്ടിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ 1,900 കാണുള്ളൂ, 1,900 കാണൂ, അല്ലെങ്കിൽ 1,800 കാണൂ. 2 ടൺ കമ്പി തികച്ച് കാണൂല. അങ്ങനെയാണ് തൂക്കം ലോകത്ത് അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. 1 കിലോ മീൻ വാങ്ങിച്ച വേറെ എവിടെയെങ്കിലും നമ്മൾ വീട്ടിൽ ത്രാസിൽ കൊണ്ട് തൂക്കിയ 850-900 ഗ്രാമേ ഉണ്ടാവുകയുള്ളൂ. അതിൽ കൂടുതൽ തരാൻ പറ്റൂല, അങ്ങനെ തൂക്കില്ല. ഏത് കടയിൽ പോയി എന്ത് വാങ്ങിച്ചാലും തൂക്കത്തിൽ വ്യത്യാസം കാണും.
വളരെ കൃത്യമായ നിലയിൽ ചില പാക്കറ്റുകളിലെല്ലാം എഴുതിയേക്കും തൂക്കം 500 മില്ലിയുടെ 500 ഗ്രാമിന്റെ ആണെന്ന് എഴുതിയേക്കും. എന്നിട്ട് പിന്നെ സാധനത്തിന്റെ നെറ്റ് വെയിറ്റ് എഴുതിയേക്കും. അത് ചിലപ്പോൾ 10 ഗ്രാമോ 5 ഗ്രാമോ കുറച്ചായിരിക്കും എഴുതിയേക്കുന്നത്. 1/2 കിലോ എന്ന് പറഞ്ഞാലും വെയിറ്റ് നെറ്റ് എഴുതിയേക്കുന്നത് 495 അല്ലെങ്കിൽ 498 ഇങ്ങനെയൊക്കെ എഴുതിയേക്കും. നമ്മൾ വിചാരിക്കും ഇത് വളരെ കൃത്യമാണെന്ന്. വളരെ കൃത്യമാണ്. 500 രൂപ വിലയുള്ള സാധനമായിരിക്കും പാക്കറ്റിൽ ഇരിക്കുക. 500 രൂപ വിലയുള്ള സാധനം പാക്കറ്റിൽ ഇത്രയും വെയിറ്റിൽ എഴുതി വെച്ചേക്കുന്ന സാധനം കൃത്യമാണെന്ന് വിചാരിക്കും. നമ്മൾ വേറെ എവിടെയെങ്കിലും തൂക്കി നോക്കിയാൽ 98 എന്ന് എഴുതിയേക്കുന്നത് 88 പോലും ഉണ്ടാവില്ല. അത് മാത്രമല്ല, പാക്കറ്റോട് കൂടിയാണ് അതിന്റെ തൂക്കം എഴുതിയേക്കുന്നത്. 500 രൂപ വിലയുള്ള സാധനം പാക്ക് ചെയ്ത പാക്കറ്റിനും 500 രൂപ തന്നെ വില. 10 രൂപ വിലയുള്ള സാധനം പാക്ക് ചെയ്താൽ, ഉപ്പ് പാക്ക് ചെയ്താൽ 15 രൂപയാണ് വിലയെങ്കിൽ ഉപ്പിന്റെ പാക്കറ്റിനും 15 രൂപ വിലയുള്ളൂ. അതേ പാക്കറ്റിൽ തന്നെ 500 രൂപ വിലയുള്ള സാധനം 1000 രൂപ വിലയുള്ള ബദാം പാക്ക് ചെയ്തു, അപ്പൊ ആ പാക്കറ്റിന് 1000 രൂപ വിലയാണ്. അപ്പൊ ഈ ലോകത്ത് തൂക്കം എന്ന് പറയുന്നത് എപ്പോഴും എന്ത് വ്യത്യാസവും വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വനളഉൽ മവാസിനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. നിങ്ങൾക്കൊരു സംശയവും വേണ്ട, വളരെ കൃത്യമായ നിലയിൽ അല്പം പോലും മാറ്റമില്ലാത്ത ത്രാസാണ് ഞാൻ ഖിയാമത്ത് നാളിൽ നിശ്ചയിക്കുന്നത്, വെക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളെ തൂക്കാൻ. എന്നിട്ട് തൂക്കുമെന്നുള്ളത് നിങ്ങൾക്ക് സംശയം. എങ്ങനെ തൂക്കും? ഈ ലോകത്ത് ഇതൊന്നും തൂക്കാൻ പറ്റിയതല്ലല്ലോ. പള്ളിയിൽ ഇരുന്നത് എങ്ങനെ തൂക്കും? നല്ല ഉപദേശങ്ങൾ കേട്ടത് എങ്ങനെ തൂക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം തൂക്കും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് പറയുന്നു, വഅന്ന അഅമാല ബനി ആദമ വഖൗലഹും തൂസൻ വഅന്ന അഅമാല ബനി ആദമ വഖൗലഹും. മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും മുഴുവൻ വാക്കുകളും എല്ലാം തൂക്കപ്പെടും. പറഞ്ഞതും തൂക്കും. അപ്പൊ പിന്നെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ മനുഷ്യന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാം, നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ അവനെ ബോധ്യപ്പെടുത്താമെന്നുള്ളത് ഇന്ന് ലോകത്തെല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ ഒരു കാലത്ത് ഇതൊന്നും പറഞ്ഞ ആർക്കും മനസ്സിലാവുകയില്ലായിരുന്നു. എങ്ങനെ ഇത് തൂക്കുമെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല. അതുപോലെ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ 10 വയസ്സായപ്പോ ചെയ്തു, 12 വയസ്സായപ്പോ ചെയ്തു, 30 വയസ്സായപ്പോ ചെയ്തു, 40 വയസ്സായപ്പോ ചെയ്തു. എന്നിട്ട് 60 വയസ്സ് 70 80 വയസ്സായപ്പോ ഒരാൾ മരണപ്പെട്ടു. ആ മനുഷ്യൻ ഈ 20ാമത്തെ വയസ്സിൽ ചെയ്ത പ്രവൃത്തി എങ്ങനെ കാണാനാ? അവനൊക്കെ എപ്പോഴും നിഷേധിക്കാൻ പറ്റും, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ചെയ്തെങ്കിൽ തെളിയിക്കുക എന്ന് പറയാം. പക്ഷെ ഇന്നതിന് പ്രയാസമില്ല എന്ന് ബോധ്യപ്പെട്ടു മനുഷ്യന്. എല്ലാം അങ്ങനെ തന്നെ പിടിച്ചു വെക്കാം. ഏത് കള്ളനി ഇപ്പൊ പിടിക്കാം. CC ക്യാമറ വെച്ചേക്കുന്നത് കൊണ്ട് പിടിക്കാം. മദ്രസയിൽ മുത്താലിമീങ്ങൾ എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ ഉസ്താദന്മാർക്ക് ആരോടും ചോദിക്കണ്ട, വിരോധത്തിന്റെ പേരിൽ പോയി അവൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കും, ഇവൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കൊടുക്കും, പള്ളിയിൽ നിന്ന് സംസാരിച്ചത് പറഞ്ഞു കൊടുക്കും, റൂമിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് പറഞ്ഞു കൊടുക്കും, ആഹാരം കഴിക്കാൻ പോയപ്പോൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് പറഞ്ഞു കൊടുക്കും, പിള്ളേർ തമ്മിൽ വഴക്കുകൂടിയത്, നോണ്ടിയത്, പിടിച്ചത് എല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പൊ അതെല്ലാം വിരോധത്തിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞതാ, ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കാം. പക്ഷേ മദ്രസയിലൊരു CC ക്യാമറ വെച്ചാൽ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. നീ അഥവാ നിഷേധിച്ചാൽ ഉസ്താദിനെ കാണിച്ചു കൊടുക്കാം, ക്യാമറ വിളിച്ചിട്ടതാ നീ ചെയ്ത പണി ഇതാ, ക്യാൻറ്റീനിൽ ചെയ്തതാ, പള്ളിയിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയതാണ്, നീ ഇടികൂടിയതാണെന്ന് പറയാം. റൂമിൽ ക്യാമറ വെക്കാം, ക്യാൻറ്റീനിൽ വെക്കാം, മദ്രസയിൽ എവിടെ വേണമെങ്കിലും വെക്കാം. മദ്രസയിൽ നിന്ന് പുറത്തുപോയി ഞാൻ പുറത്ത് ഇറങ്ങിയില്ല എന്ന് പറയും, പോയേ ഇല്ല. ഉസ്താദന്മാരില്ലാത്ത സമയത്ത് പുറത്തു പോയിട്ട്, അടുത്തുള്ള കടയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പോയാൽ ആരും അറിയില്ല, അറിയാത്ത സമയത്ത് പോകാം. രാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങുമ്പോൾ പുറത്തിറങ്ങിപ്പോകാം. പക്ഷെ ക്യാമറ ഉണ്ടെങ്കിൽ നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് അങ്ങനെ തന്നെ വെളിവാക്കാമെന്നുള്ളത് ഇന്ന് ബോധ്യപ്പെട്ടു പോയി. പക്ഷെ ഖുർആനിൽ ഇത് പറയുന്ന കാലത്ത് ബോധ്യപ്പെട്ടില്ലായിരുന്നു. ഇനി മറച്ചുവെച്ച് ചെയ്യാം. ഒരു വിദ്യാർത്ഥി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, പുറത്തേക്ക് പോയി അനുവാദമില്ലാതെ, അപ്പം പുറത്തേക്ക് പോകുന്നതും അനുവാദമില്ലാതെ പോയ സമയവും തിരിച്ചു വന്ന സമയവും അവൻ ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രവും ചിലപ്പോൾ മുത്താലിമാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി വേഷം മാറ്റിയിട്ട് പോകും. ചില മുത്താലിമ്യങ്ങൾ ചാടി മദ്രസയിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ നിന്ന് വലിയ തലയെക്കെട്ടും തൊപ്പിയൊക്കെ കാണും. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരും കാണാത്തെടുത്ത് മാറി നിന്നിട്ട് അതെല്ലാം ഊരി മാറ്റി ബാഗിൽ നിന്ന് പാൻറ്റും ടീഷർട്ടും ഒക്കെ എടുത്തിട്ട് അനങ്ങാതെ പോകും. അപ്പൊ ആരും അറിയില്ലല്ലോ വഴിയിലുള്ളവർ മുത്താലിമാണെന്ന്. ഉസ്താദ് തന്നെ പുറകെ പോയാലും അറിയില്ല പോകുന്നത് ആരാണെന്ന്. കൂട്ടുകാർ വന്നാലും അറിയുകയില്ല. ചിലപ്പോൾ അങ്ങോട്ട് നടന്നു പോകുമ്പോഴായിരിക്കും അവിടെ നിന്നൊരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വരുന്നത് മദ്രസയിലേക്ക്, അവനും അറിയുകയില്ല പോയത് ഇയാളാണെന്ന്. അപ്പൊ അങ്ങനെ വേഷം മാറിയൊക്കെ പോകാം. ഈ വേഷം മാറിയെല്ലാം പോകുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ വേഷം മാറി പോയാലും എനിക്കറിയാം, അത് അങ്ങനെ തന്നെ ഞാൻ പിടിച്ചു വയ്ക്കും.
പോകുന്നത്. ഇനി പോകുന്ന വഴിക്ക് നിന്റെ മനസ്സിൽ എന്തെല്ലാം ചിന്ത ഉണ്ടായി പോകുമ്പോ? വീട്ടിൽ പോയിട്ട് ഉസ്താദന്മാരെ കുറിച്ച് എന്ത് പറയണം, മദ്രസയിൽ നിന്ന് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഉസ്താദ് അടിച്ചെന്നോ വഴക്ക് പറഞ്ഞെന്നോ എന്താ പറയേണ്ടത്? നീ ആലോചിച്ചുകൊണ്ട് പോകും. വഴിയിൽ വെച്ച് ആരെങ്കിലും കണ്ടെങ്ങോട്ടാ പോകുന്നത്? ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. വജദു മഅമിലു ഹളിറ, മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താണെന്ന് ആർക്കും അറിയാൻ പറ്റൂല. ഇപ്പൊ അതിനുള്ള മാർഗം ആരും കണ്ടുപിടിച്ചിട്ടില്ല. സയൻസ് ഇനിയും പുരോഗമിക്കണം. എത്ര പുരോഗമിച്ചാലും അല്ലാഹു തആല അതിനപ്പുറവും പറഞ്ഞു വെച്ചേക്കുന്നു. വജദു മഅമിലു ഹളിറ, നാളെ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ നീ ഇവിടുന്ന് ടീഷർട്ട് വിട്ട് പോയപ്പോ നിന്റെ മനസ്സിൽ എന്തെല്ലാം ചിന്തിച്ചിരുന്നോ അത് അങ്ങനെ തന്നെ തെളിഞ്ഞു വരും. അങ്ങനെ തന്നെ തെളിഞ്ഞു വരും. നിനക്ക് നിഷേധിക്കാൻ പറ്റൂല നിന്റെ മനസ്സിലുള്ള ചിന്തകൾ. അതും വരും. ECG എടുത്ത ഹാർട്ടിന്റെ അവസ്ഥ കിട്ടും. പക്ഷെ ഹാർട്ടിൽ എന്തൊക്കെ ചിന്ത വന്നു എന്നുള്ളത് വരൂല. അത് കിട്ടൂല. എക്കോ എടുത്താലും കിട്ടൂല. എന്തെല്ലാം ചെയ്താലും കിട്ടൂല. പക്ഷെ അല്ലാഹു തആല പറയുന്നു ഇതെല്ലാം കിട്ടുന്ന എക്കോയും സംവിധാനം എന്റെ അടുത്തുണ്ട്. വവജദു മാ അമിലു ഹാളിറ. അപ്പൊ അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറഞ്ഞു വെച്ചത്, വെറുതെ പാഴായ നിലയിൽ സംസാരിച്ച് ആവശ്യമില്ലാത്ത ധാരണകൾ വെച്ച് സമയം പാഴാക്കണ്ട, നന്നാകാൻ നോക്ക്. എന്നിട്ട് പിന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി വനളഉൽ മവാസീൻ അൽ ഖിസ്ത്. എന്താണ് ഈ ഖിസ്ത് എന്ന് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഖിസ്ത് എന്ന് പറഞ്ഞ റോമൻ ഭാഷയിൽ നീതി, അദ്ല് എന്നതിന് പറയുന്നതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് മുഖ്സിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്ത് ഖാസിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടിന്റെയും മാദ്ദ നോക്കുമ്പോൾ ഖിസ്താണ്, ഖാഫ് സീൻ തായാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ പറഞ്ഞു, തെറ്റിപ്പോകരുത്. വയുഖാലു അൽ ഖിസ്തു മസ്ദറുൽ മുഖ്സിത് വഹുവൽ ആദിൽ. ഖിസ്ത് എന്ന് പറയുന്നത് മുഖ്സിത്ത് എന്ന് പറയുന്ന ഇസ്മു ഫാഇലിന്റെ മസ്ദറാണ്. അതിന്റെ അർത്ഥം നീതിമാൻ എന്നാണ്. വേറെ ഒരു സ്ഥലത്ത് ഖാസിത്ത് പറഞ്ഞു. ഖിസ്തിന്റെ ഇസ്മു ഫാഇൽ ഖാസിത്താണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വഅമ്മൽ ഖാസിത്തു ഫഹുവൽ ജാഇർ. ഖാസിത്ത് എന്ന് പറഞ്ഞ അത് അക്രമികൾക്ക്. വഅമ്മൽ ഖാസിതൂന ഫകാനൂ ലിജഹന്നമ ഹതബ. ഖാസിത്ത് എന്ന് പറഞ്ഞ അക്രമി എന്നാണ് അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ഖിസ്തിന്റെ അർത്ഥം പറയുമ്പോൾ ഖാസിത്താണ് അതിന്റെ ഇസ്മു ഫാഇൽ എന്ന് വിചാരിച്ച് നിങ്ങൾ പറഞ്ഞേക്കരുത് എന്നല്ല. വലിയ മുസ്ലിയാക്കന്മാരെ ഇമാം ബുഖാരി റഹ്മഹുല്ലാ അവസാനം തിരുത്തുക. മീസാൻ ഓതിയത് ആരംഭത്തിലാണല്ലോ, അതൊക്കെ ഇപ്പൊ മറന്നുപോയി കാണും. ഇപ്പൊ മീസാൻ എങ്ങാനും 7ാം ക്ലാസ്സിൽ പഠിച്ച് 6ാം ക്ലാസ്സിൽ പഠിച്ച് ഫാരിഗാകാൻ പോകുന്ന മുതഅല്ലിമീങ്ങളോട് മീസാനിന്റെ ഏതെങ്കിലും ഫിഅൽ സർഫാക്കാൻ പറഞ്ഞാൽ ദേഷ്യം വരും. ഉസ്താദന്മാർ ഇപ്പോഴാണ് അത് ചോദിക്കുന്നത്. അതല്ല, എത്ര കാലങ്ങളായി കഴിഞ്ഞുപോയി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ വിഷയം സമർത്ഥിക്കുകയാണ്. സത്യമാണ്, ഉള്ളതാണ്. കിതാബിന്റെ ആരംഭത്തിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ വഹീനെ സംബന്ധിച്ച് പറഞ്ഞു, ആരും പറയാത്ത തരത്തിൽ വഹീനെ സംബന്ധിച്ച്. കാരണം വഹിയാണ് അള്ളാഹുവുമായി അള്ളാഹുവിന്റെ അടിമകളെ ബന്ധിപ്പിക്കുന്ന ഘടകം. വഹിയില്ലെങ്കിൽ പിന്നെ ഖാലിഖും മഖ്ലൂഖുമായിട്ട് ബന്ധമില്ല, ബന്ധിക്കാൻ സാധിക്കുകയില്ല. കാരണം ഖാലിഖിന്റെ സിഫാത്തുകൾ വേറെയാണ്, മഖ്ലൂഖിന്റെ സിഫാത്തുകൾ വേറെയാണ്. ഖാലിഖ് ഖദീമാണ്, മഖ്ലൂഖ് ഹാദിസാണ്. ഹാദിസും ഖദീമും തമ്മിൽ ഒരിക്കലും യോജിക്കുകയില്ല, ബന്ധപ്പെടാൻ പറ്റുകയില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വാസിത്ത വേണം, എന്നാലേ ബന്ധിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ബന്ധിപ്പിക്കാനുള്ള വാസിത്ത വഹിയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അള്ളാഹുവിന്റെ അടിമകളുമായി അള്ളാഹു ബന്ധിക്കുന്ന, അള്ളാഹുവുമായി ബന്ധപ്പെടുത്തുന്ന വഴി എന്താണെന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. വഹീനെ സംബന്ധിച്ച് കൈഫ കാന ബദ്ഉൽ വഹീ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖൗലുല്ലാഹി അസ്സ വജൽ ഇന്നാ ഔഹൈനാ ഇലൈക കമാ ഔഹൈനാ ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദി. എന്നിട്ട് വഹീനെ സംബന്ധിച്ച് പറയാൻ തുടങ്ങിയിട്ട് ഇമാം ബുഖാരി റഹ്മഹുല്ലാ ആദ്യം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല വഹീ നൽകിയത്, അല്ലെങ്കിൽ മുമ്പുള്ള നബിമാർക്ക് വഹീ നൽകിയതിന്റെ രീതിയോ അവർക്ക് കിട്ടിയ വഹിയോ ഇതൊന്നും അല്ല പറഞ്ഞത്. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. പറയേണ്ടത് വഹീനെ കുറിച്ച്, പറഞ്ഞത് അമാലുകളിൽ ഉണ്ടാകുന്ന നിയ്യത്തുകളെ കുറിച്ച്. അപ്പൊ മനുഷ്യന്റെ നിയ്യത്തുകളെ കുറിച്ച് പറഞ്ഞു. നിയ്യത്ത് പുറത്തുള്ളതല്ല, ആർക്കും അറിഞ്ഞുകൂടാ. നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നതിന്റെ നിയ്യത്ത് എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റൂല, അടുത്തിരിക്കുന്ന ആർക്കും അറിയാൻ പറ്റൂല. ചേർന്നിരിക്കും, പക്ഷെ ഒരാളുടെ നിയ്യത്ത് അടുത്ത ആൾക്ക് അറിയാൻ പറ്റൂല. രണ്ടുപേര് നമസ്കരിക്കാൻ വേണ്ടി ചേർന്ന് നിന്ന് നമസ്കരിക്കും. ഒരാള് ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്ന ആളായിരിക്കും, ഒരാൾ ഇമാമിനോടുള്ള വിരോധം കൊണ്ട് നിൽക്കാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ മുഫാറക്കത്തിന്റെ നിയ്യത്ത് ചെയ്ത് നമസ്കരിക്കുന്ന ആളായിരിക്കും.
രണ്ടുപേരും റുക്കുവും സുജൂദും ഒക്കെ ഒരേപോലെ ചെയ്യും. പക്ഷെ അടുത്ത് നിൽക്കുന്ന ആൾ അറിയുകയില്ല ഇവൻ ഇമാമിനെ തുടരാതെ നമസ്കരിക്കുന്ന ആളാണ്, അടുത്ത് നിൽക്കുന്ന ആൾ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നതാണ്. ഒരാൾ ലൊഹറായിരിക്കും നിയ്യത്ത് ചെയ്തിരിക്കുന്നത്, ഒരാൾ നഷ്ടപ്പെട്ടു പോയ ലൊഹർ ഖളാ വീട്ടാനായിരിക്കും നിയ്യത്ത് ചെയ്തിരിക്കുന്നത്. ഖളാ ആണോ അതാ ആണോ അടുത്ത് നിൽക്കുന്ന ആർക്കും അറിയാൻ പറ്റില്ല. അപ്പൊ അവരവരുടെ അമലുകളുടെ നിയ്യത്ത് ഇതാർക്കും അറിയാൻ പറ്റാത്ത കാര്യമാണ്. ഈ നിയ്യത്തിനെ ആര് നേരെയാക്കുന്നോ ശരിയാക്കുന്നോ, എന്താ ശരിയാക്കേണ്ടത്? അള്ളാഹുവിന് വേണ്ടി ആക്കണം. അള്ളാഹുവിന് വേണ്ടി നിയ്യത്താക്കി കഴിഞ്ഞാൽ എല്ലാം ശരിയായി. ഏത് കാര്യത്തിലാണെങ്കിലും നിയ്യത്ത് അള്ളാഹുവിന് വേണ്ടി ആയാൽ ആ കാര്യം ശരിയായി. അങ്ങനെ നിങ്ങൾ ശരിയാക്കണം, എന്നാലേ ഉള്ളൂ ഈ ബന്ധം ശരിയാവുകയുള്ളൂ എന്ന് ആദ്യമേ തന്നെ നമ്മൾ ഉണർത്തി. എന്നിട്ട് ഈ ബന്ധം ശരിയായോ എന്നുള്ള പരിശോധനയാണ് അവസാനം മീസാനിൽ വെച്ച് പരിശോധിക്കുന്നത്. ബന്ധം ശരിയായതാണെങ്കിൽ മീസാനിൽ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകും. എങ്ങനെ വ്യക്തമാകും? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ഒരാൾ വരും, ലയഅതി റജുലുൽ അളീമുസ് സമീനു യൗമൽ ഖിയാമ ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഉദ. വലിയ തടിയൻ, ഭയങ്കരമായിട്ട് കൊഴുത്ത്, ആന പോലും എടുത്താൽ പൊങ്ങാത്ത തരത്തിൽ നാളെ ഖിയാമത്ത് നാളിൽ ചില ആളുകൾ വരും എന്ന് പറഞ്ഞ ആളുടെ തടിയല്ല പറഞ്ഞത്. തങ്ങൾ മറുഭാഗം തിരിച്ചു പറഞ്ഞു, നാളിൽ ഒരു മനുഷ്യൻ വരും, ഒരുപാട് പാപങ്ങൾ ചെയ്ത് മല പോലെ കൂട്ടിയിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടുവന്ന് ത്രാസിൽ വെക്കും. ത്രാസിന്റെ തട്ട് താന്ന് പിന്നെ കുഴി കുഴിച്ച അതിലേക്ക് താന്നു പോകും. അത്രയും താന്നു പോകും, പൊക്കാൻ ഒരു നിവൃത്തിയുമില്ലാതെ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ മറുതട്ടിൽ വെക്കാൻ? ഞാൻ എവിടെ ഒരു നന്മയും ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ചെയ്തതെല്ലാമായി ഇരിക്കുന്നത്. നിന്റെ കൂട്ടത്തിൽ നല്ലതെന്ന് വിചാരിച്ച് ചെയ്തതുകൊണ്ട് അല്ലാതെ ചെയ്തതുകൊണ്ട് എല്ലാം ഉണ്ട്, എല്ലാം ഇതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നൊരു മനുഷ്യനെയും ആക്രമിക്കപ്പെടുകയില്ല, ഇന്ന് ആരോടും അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല. അതുകൊണ്ട് മലക്കുകളെടുത്ത് പറഞ്ഞ്, ഇവന്റെ ഒരു അമൽ അള്ളാഹുവിന്റെ അടുക്കലുണ്ട്, അത് തരാമെന്ന് പറയും. ഒരു ചെറിയ കടലാസ് കഷ്ണം കൊണ്ടുവരും, ചെറിയ കടലാസ് കഷ്ണം. അയാളെടുത്ത് കൊടുത്തിട്ട് പറയും, ഇത് മറുതട്ടില് വെച്ച് തൂക്ക്. ആ മനുഷ്യൻ പറയും, പടച്ചവനെ, ഈ കാണുന്ന ഫയലുകൾ മുഴുവൻ, എടുത്താ പൊങ്ങാത്ത ഫയലുകൾ മുഴുവൻ വെച്ച് ഇങ്ങനെ ത്രാസ് നിറഞ്ഞ് കവിഞ്ഞ് അതിൽ നിന്ന് പുറത്ത് ചാടാറായി, ത്രാസിന്റെ തട്ടിൽ കൊള്ളാതെയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു താന്ന്. അതിന്റെ മറുഭാഗത്ത് കൊണ്ടുവന്ന് ഈ ചെറിയ കടലാസ് കഷ്ണം വെച്ചാ എന്ത് പ്രയോജനം ഉണ്ടാകും? അള്ളാഹു പറയും, നിന്നെ ആക്രമിക്കപ്പെടുകയില്ല, നീ അത് വെക്ക്, തൂക്കാൻ പറയും. ഈ കടലാസിന്റെ കഷ്ണം കൊണ്ടുവന്ന് മറുതട്ടിൽ വെക്കും. ഈ മുഴുവൻ ഫയലുകളും തെറിച്ചെല്ലാം ത്രാസിന്റെ തട്ട് മേലോട്ട് പൊങ്ങിപ്പോകുമ്പോ എല്ലാം താഴെ പോകുമല്ലോ, എല്ലാം താഴെ പോകും. എന്താ? പരിശുദ്ധമായ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ കടലാസിന്റെ എഴുതി വെച്ചു. അള്ളാഹുവിന്റെ പരിശുദ്ധ നാമമാണ്. അള്ളാഹുവിന്റെ നാമത്തോടൊപ്പം ഭാരം ഒരു വസ്തുവിനും ഉണ്ടാവുകയില്ല, ഭാരം തൂങ്ങുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഈ മുഴുവൻ വസ്തുക്കളെയും തൂക്കി പരിശോധിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല മീസാൻ വെച്ചിരിക്കുന്നത്. അവിടെ പരിശോധിക്കുമ്പോൾ എല്ലാത്തിന്റെയും തൂക്കം കിട്ടും. അപ്പൊ കേട്ടതിന്റെയും ഇരുന്നതിന്റെയും ഒക്കെ തൂക്കം അവിടെ വരും. അതെല്ലാം കൃത്യമായിട്ട് തന്നെ വരും. ഇവിടെ ഈ രണ്ട് മനുഷ്യന്മാര്, ഒരാള് ഭയങ്കരമായ നിലയിൽ ഒരുപാട് അമലുകൾ ചെയ്ത ആളാണ്. നമ്മളൊക്കെ അവരെ കുറിച്ച് എന്ത് പറയും? ലോകത്തൊരു മനുഷ്യൻ ഭയങ്കരമായ അമൽ ചെയ്ത ആളാണ്, ചെയ്തു കൂട്ടിയ അമലിന് കണക്കില്ല എന്ന് പറയും. ആളുകൾക്ക് താങ്ങാൻ പറ്റാത്ത, അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള അമലുകൾ ചെയ്ത ആളാണ്. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ പരിശോധിക്കാൻ വരുമ്പോ ലാ യസ്നു ഇൻദല്ലാഹി ജനാഹ ബഉദ, ഒന്നുമില്ല. അള്ളാഹുവിന്റെ ത്രാസിൽ തൂങ്ങില്ല. വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, അവിടെയാണ് ഖിസ്ത്, അള്ളാഹുവിന്റെ നീതി, ത്രാസിന്റെ കൃത്യത വെളിവാകുന്നത്. മറുഭാഗത്ത് പാവങ്ങളുടെ കൂമ്പാരവുമായിട്ട് വന്ന, വലിയ ഭാണ്ഡവുമായിട്ട് വന്ന മനുഷ്യൻ, ത്രാസിന്റെ തട്ട് താന്നുപോയ മനുഷ്യൻ, ചെറിയ ഒരു കടലാസ് എടുത്ത് വെച്ചപ്പോ ഇതൊന്നും ഒന്നുമല്ലാതെ പറന്നുപോയി. അതിന് ഭാരം വന്നു. കാരണം അത് നിഷ്കളങ്കമായ നിലയിൽ ചെയ്ത കലിമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശോധനയ്ക്ക് വേണ്ടിയാണ് മനുഷ്യനെ ഇങ്ങോട്ട് പഠിച്ചത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അമല് എല്ലാവരും ചെയ്യും, പക്ഷെ അഹ്സന അമൽ ആരുടെയാണെന്ന് പരിശോധിക്കണം. അല്ലാഹ് അതാ പരിശോധിക്കുന്നത്. ആര് അമൽ ചെയ്തു എന്ന് പരിശോധിക്കില്ല. നിങ്ങളിൽ ആരാണ് ഏറ്റവും വലിയ അമൽ ചെയ്ത ആൾ? ലിയബ്ലുവക്കും അയ്യുക്കും
അഅമല ലിയബ്ലുവക്കും അയ്യുക്കും അക്സറു അമല. അള്ളാഹു പരിശോധിക്കൂല. അള്ളാഹുവിന്റെ അടുക്കൽ കസറത്തൊന്നുമല്ല കാര്യം, അള്ളാഹുവിന്റെ അടുക്കൽ ചെയ്ത പ്രവൃത്തിയുമല്ല, എത്ര ചെയ്തുവെന്നോ എന്ത് ചെയ്തു എന്നുള്ളതോ അല്ല. അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും അത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതായിരിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാകുമ്പോൾ അതിന് വലിയ വിലയാണ്. അത് പരിശോധിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ തൂക്കി പരിശോധിക്കും, തൂക്കം നടക്കുമെന്ന് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് സമർത്ഥിക്കുകയാണ്, സ്ഥിരീകരിക്കുകയാണ്. അത് സമ്മതിക്കാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക, ഇത് ഉണ്ടാകുന്നതാണ്. എന്നിട്ട് അമലുകൾ തൂക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചു. അവസാനത്തെ ഹദീസ്, ഹദ്ദസന അഹ്മദ് ബിൻ അഷ്കാബ് قال حدثنا محمد بن فضيل عن عمارة بن القعقاع عن أبي زرعة عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كلمتان حبيبتان إلى الرحمن خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. മൂന്ന് വിശേഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. കലിമത്താൻ, രണ്ട് വചനങ്ങൾ, രണ്ട് വചനങ്ങൾ മാത്രം. രണ്ട് വചനങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ ഭാരമുള്ളത്, പ്രയാസമുള്ളത്, പഠിക്കാനും പറയാനും ഒക്കെ വലിയ കടുപ്പമുള്ളതാണെങ്കിൽ എങ്ങനെ സാധിക്കും? ഖഫീഫതാനി അലൽ ലിസാൻ, പറയാൻ വളരെ ലളിതമാണ്. സാധാരണ നിലയിലുള്ള നമ്മളുടെ സംസാരത്തിന്റെ പ്രയാസം പോലുമില്ല ഈ വചനങ്ങൾ ഉച്ചരിക്കാൻ, ഈ വചനങ്ങൾ പറയാൻ. രണ്ട് വചനങ്ങൾ, ഖഫീഫതാനി അലൽ ലിസാൻ, വളരെ ലളിതമായതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമേ തന്നെ മയപ്പെടുത്തി പറയുക. നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുന്നത് ബശീറൻ വ നദീറ. ആദ്യം ബഷാറത്താണ്. ബഷാറത്തിന് ശേഷം അതിനെ അനുസരിക്കാൻ തയ്യാറാകാത്തവർക്കാണ് ഇൻദാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കീങ്ങളിലേക്ക് ദഅവത്തിന് വേണ്ടി അയച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ബഷാറത്ത് പറഞ്ഞില്ല, ഇൻദാറാ പറഞ്ഞത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. ഖും ഫബശ്ശിർ എന്നല്ല പറഞ്ഞത്, ഖും ഫഅൻദിർ. കാരണം അവരോട് ബഷാറത്തിന്റെ ആവശ്യമില്ല. ബഷാറത്തിന്റെ ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് മുഴുവനും ഇൻദാറിന്റെ കാര്യമാണ്. അതുകൊണ്ട് ആദ്യം അവരോട് ഇൻദാറാണ്. ഇൻദാർ എന്ന് പറഞ്ഞാൽ എന്താ? നബിമാരുടെ സിഫത്ത് വേണം ഉലമാക്കൾക്ക്. ആലിമീങ്ങളിൽ ഉണ്ടാകേണ്ടത് ഫാരിദീങ്ങളാണ്. ഫാരിദീങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ഇനി എവിടെയെങ്കിലും പോയി ഒന്നിലെ ഏതെങ്കിലും പള്ളിയിൽ ഇമാമാകും, അല്ലെങ്കിൽ ഏതെങ്കിലും മദ്രസയിൽ പോയി മുഅല്ലിമാകും, എവിടെയെങ്കിലും മുദദ്ദിസാകും. ഇല്ലെങ്കിൽ അല്ലാഹു തആല ഓരോരുത്തർക്കും കൊടുക്കുന്ന സ്ഥാനം എന്താണോ ആ സ്ഥാനത്തേക്ക് അവരെത്തും. എന്തായാലും ഉമ്മത്തിന്റെ നിയന്ത്രണം അവരുടെ കയ്യിലായിരിക്കും. ഉമ്മത്തിനെ നിയന്ത്രിക്കലാണ് ഇവരുടെ ജോലി. അതാണ് ആലിമീങ്ങളുടെ ഉത്തരവാദിത്വവും പ്രധാനപ്പെട്ട ജോലി. ഏതെങ്കിലും പള്ളിയിൽ ഇമാമായി പോയി നിന്ന് വെള്ളിയാഴ്ച മയക്ക് കിട്ടുമ്പോൾ കയറി നാട്ടുകാരെ മുഴുവനും ചീത്ത പറഞ്ഞ് പ്രസംഗിക്കരുത്. ചോദിക്കുമ്പോൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞേക്കുന്നത് ഖും ഫഅൻദിർ, നിന്നാൽ, വെള്ളിയാഴ്ച നിന്നല്ലേ പ്രസംഗിക്കുന്നത്, അപ്പൊ നിന്ന ഉടനെ എന്ത് വേണം? ഫഅൻദിർ, പേടിപ്പിച്ചോളണം. അപ്പൊ അതുകൊണ്ട് നാട്ടുകാരെ മുഴുവനും ഓരോ കുറ്റക്കാരാണ്, തെറ്റാണ് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് കുഴപ്പമുണ്ടാകും, അങ്ങനെയാകും, നിങ്ങളെയൊക്കെ അള്ളാഹ് ശിക്ഷിക്കും, ഈ നാടേ നശിച്ചു പോകും, ഈ ആൾക്കാരെല്ലാം നശിക്കും, നാട്ടിൽ അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങും, ഇതിന്റെ മുൻഗാമികളായ ആളുകൾക്കുണ്ടായ അദാബെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തുക. അതാ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കളയരുത്. മദ്രസയിൽ പോയി പഠിപ്പിക്കാൻ വേണ്ടി മുത്തഅല്ലിമീങ്ങളെയോ അല്ലെങ്കിൽ ചെറിയ വിദ്യാർത്ഥികളെയോ ഒക്കെ മദ്രസയിൽ മുഅല്ലിമായിട്ട് പോകുമ്പോൾ മുമ്പിൽ കിട്ടിയാൽ മുത്തഅല്ലിമീങ്ങളുടെ അടുത്ത് പാഠം പഠിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ആരുടെ നീ ഹയവാനെ ഇതൊക്കെയോ. അപ്പൊ അതുപോലത്തെ പ്രയോഗങ്ങളൊക്കെ പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുക, നിന്റെ ചോറ് മുളക്കും, നിന്റെ മത്സ്യം പുറത്താക്കും, നിന്റെ വാപ്പാനെ വിളിച്ചു വരുത്തും, ഉമ്മാനെ വിളിച്ചു വരുത്തും എന്നും പറഞ്ഞു കളയരുത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത കാര്യം ചെയ്യണ്ടേ? തങ്ങളുടെ ഉത്തരവാദിത്വം ഖും ഫഅൻദിർ, ബാധ്യത ഏറ്റു നിൽക്കുമ്പോ ഇൻസാറല്ലേ വേണ്ടത്? അപ്പൊ അത് പറയണ്ടേ? ഇൻസാർ ചെയ്യണം. ഇൻസാർ എന്ന് പറഞ്ഞാ എന്താ? ഇൻസാർ എന്ന് പറയുന്നത് കൊച്ചു കുട്ടി, പാല് കുടിക്കുന്ന കുട്ടി വീട്ടില് ഒരു സ്ഥലത്ത് കിടത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മ എന്തോ ജോലിയൊക്കെ ചെയ്ത് അടുപ്പിൽ തീയെല്ലാം കത്തിച്ച് വെച്ചിട്ട്, അടുപ്പിൽ എന്തെങ്കിലും വെച്ച് തീയും കത്തിച്ച് വെച്ചിട്ട് കുളിക്കാനോ എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി.
പുറത്തേക്ക് പോയപ്പോൾ അടുപ്പിൽ കത്തിക്കൊണ്ടിരുന്ന ഒരു വിറക് നല്ല തീയോടുകൂടി കത്തി മറിഞ്ഞു താഴെ വീണു. അടുപ്പിൽ നിന്ന് താഴെ തറയിൽ വീണു. തറയിൽ വീണപ്പം വിറകിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു, നല്ല തീക്കണൽ. അപ്പുറത്ത് കിടന്ന കുട്ടി വീഴുന്ന കണ്ടിട്ട്, കുട്ടികൾക്ക് എന്തെങ്കിലും കാണുമ്പോൾ രസമുള്ള കാര്യം കണ്ടാൽ പെട്ടെന്ന് അതിലേക്ക് ഓടുമല്ലോ, ഇത് നല്ലതാണ് എടുക്കാമെന്ന് വിചാരിച്ച് ആ കുട്ടി അതിന്റെ അടുക്കലേക്ക്, തീയുടെ അടുക്കലേക്ക് പോകുന്നു. അടുക്കലേക്ക് പോയി എടുക്കാൻ അങ്ങോട്ട് മാറുമ്പോ ദൂരെ നിന്ന് ഉമ്മ കാണുന്നു. ഉമ്മ എന്ത് പറയും? ഡാ, തൊട്ടുപോകരുത്, തൊട്ടാ നിന്നെ ശരിയാക്കി കളയും. ഹയവാനെ, ഇത്രയും നാൾ നിന്നെ വളർത്തിയിട്ട്, പാലിൽ നിന്ന് വളർത്തിയിട്ട് നീ പോയി തീ എടുക്കാൻ പോകുന്നു എന്ന് പറയുമോ? അങ്ങനെയാണ് പറയുന്നത്. ഉമ്മ ഓടി വരും. എത്തുന്നതിന് മുമ്പ്, ഓടി വന്ന് പിടിക്കുന്നതിന് മുമ്പെങ്ങാനും ഈ കൊച്ചെത്തിപ്പോകുമോ എന്നുള്ള പേടി. ഉമ്മാക്ക പേടി, കൊച്ചിനല്ല പേടി. കൊച്ചിനെ പേടിപ്പിക്കുകയല്ല, ഉമ്മാടെ പേടി കാരണം ഓടി വന്ന് അവിടെന്നേ പറയും, മോനെ മോനെ തൊടല്ലേ, കൈവെള്ളു മോനെ, തൊടല്ലേ, എടുക്കല്ലേ, അടുക്കല്ലേ എന്ന് പറഞ്ഞ് വലിയ സ്നേഹത്തോടു കൂടി ഓടി വന്ന കൊച്ചിനെ എടുക്കും. ആദ്യം കൈ പിടിക്കും. ആളെ പിടിക്കുന്നതിന് മുമ്പ് കൈ പിടിക്കും. കൈയെങ്ങാനും നീട്ടി എത്തിപ്പിടിച്ചാലോ എന്നോർത്ത്. ഇങ്ങനെ ഷഫക്കത്തോടുകൂടി വരാൻ പോകുന്ന, തനിക്കുണ്ടാകാൻ പോകുന്ന പ്രയാസത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്ത് അതിൽ നിന്നും തടയുന്നതിനാണ് ഇൻസാർ എന്ന് പറയുന്നത്. ഇതാണ് നബിമാരുടെ ജോലി. ആ ഇൻസാർ ചെയ്തത് കൊണ്ടാണ് നബിമാരെ കുറിച്ച് അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? ലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ ലഅല്ലക ബാഖിഉൻ നഫ്സക അല്ലാ യകൂനൂ മുഅ്മിനീൻ ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം ഹസറാത് തഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. പേടിപ്പിക്കുന്ന ആളായിരുന്നെങ്കിൽ അല്ലാഹ് ഇത് പറയണോ? അല്ലാഹു തആല നബിതങ്ങളോട് പറയാം, തങ്ങൾ എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്, ഇത്രയും പ്രയാസപ്പെടുന്നത്? തങ്ങളുടെ പ്രയാസം കാരണം തങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു പോകുമോ, ജീവനെ അപകടത്തിലായി പോകുമെന്ന് പേടി തോന്നുന്നല്ലോ. അല്ലാഹ് പറയുക, അല്ലാഹ്ക്ക് പേടി തോന്നുന്നു. അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ തങ്ങൾക്കുള്ള വിഷമം കണ്ടിട്ട് തങ്ങൾ തന്നെ തങ്ങളെ അപകടപ്പെടുത്തി കളയുമോ എന്ന് തോന്നിപ്പോകുന്നല്ലോ. അവർക്ക് അള്ളാഹ്ക്ക് അങ്ങനെ തോന്നലൊന്നുമില്ല. പക്ഷെ അള്ളാഹ് പറയുകയാണ്, സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ, സംസാര രൂപത്തിൽ പറയുക. അപ്പൊ അള്ളാഹ് എങ്ങനെ പറയണമെങ്കിൽ, പേടിപ്പിക്കുന്നവനാണെങ്കിൽ അങ്ങനെ പറയണോ? അപ്പൊ അതിന്റെ പേരാ ഇൻസാർ. അതുകൊണ്ട് ഏതെങ്കിലും നാട്ടിൽ ചെന്ന് ആദ്യം മയക്ക് കിട്ടുമ്പോ കയറി ഒന്ന് അടിച്ചങ്ങ് പ്രസംഗിച്ച് കളയരുത്. ആളുകളുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് അവരെ ഇൻസാർ ചെയ്യണം. തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്യണം? മോമിനീങ്ങളോടാണ്, മോമിനീങ്ങളോട് ബഷാറത്താണ്, മോമിനീങ്ങളോട് ഇൻസാറല്ല. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ആമനു അമലുസ് സാലിഹാത്ത്, ഇവർക്ക് എപ്പോഴും ബഷാറത്താണ് അല്ലാഹു തആല പറഞ്ഞേക്കുന്നത്. അവരെ പേടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. മൻ അമല സാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ ഇന്നമാ യുവഫസ് സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. എവിടെയെല്ലാം നോക്കിയാലും അല്ലാഹു തആല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ബഷാറത്താ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം മുഅ്മിനീങ്ങളോട് ബഷാറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഷീറാണ്, അതിനോടുകൂടി തന്നെ തങ്ങൾ നദീറുമാണ്. അതുകൊണ്ട് ബഷീർ ആയതുകൊണ്ട് തങ്ങൾ എന്ത് പറഞ്ഞു? ബഷാറത്ത് ഖഫീഫതാനി അലൽ ലിസാൻ. രണ്ട് വചനം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല, ബുദ്ധിമുട്ടും വിഷമവും നിങ്ങൾക്കുണ്ടാവുകയില്ല. അത് പറയാൻ നിങ്ങളുടെ നാവിൽ വളരെ ലളിതമായി എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. എത്ര സംസാരിക്കാൻ അറിയാത്തവനക്കും എത്ര ഭാഷ അറിയാത്തവനക്കും എല്ലാവർക്കും പറയാൻ പറ്റുന്ന വചനങ്ങളാണ്. ഖഫീഫതാനി അലൽ ലിസാൻ. ഒരു പ്രയാസവും നിങ്ങൾക്കുണ്ടാവുകയില്ല. എന്നാൽ അത്രയും ചെറുതാണ്, ലളിതമാണ്. ചെറിയ രണ്ട് വാക്കുകൾ പറഞ്ഞ അതുകൊണ്ട് എന്താ കാര്യം? പറയുവാണെങ്കിൽ ഇച്ചിരി കട്ടിയുള്ളതും കടുപ്പുള്ളതും ഒക്കെ പറയണ്ടേ, നല്ലതും വലിയ കാര്യമായതൊക്കെ പറയണ്ടേ, എന്നാലല്ലേ അതുകൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇല്ല, ഖഫീഫതാനി അലൽ ലിസാൻ. ഖഫീഫത്താണ്, സഖീലതാനി ഫിൽ മീസാൻ. മീസാനിൽ അതിന്റെ ഭാരം കണക്കാക്കാൻ പറ്റൂല ആർക്കും, വലിയ ഭാരമായിരിക്കും. സഖീലതാനി ഫിൽ മീസാൻ. രണ്ടായി. ഇപ്പൊ മനുഷ്യന് ആഗ്രഹമായി വലിയ തൂക്കമുള്ള സാധനം ചെറുതായിട്ട് പറഞ്ഞാൽ കിട്ടുമെങ്കിൽ പവനൊക്കെ 50 രൂപ വിലയായ എല്ലാവരും സ്വർണം വാങ്ങിക്കൂലേ? കടയിൽ ചെന്ന് അന്വേഷിച്ചു, സ്വർണം പവൻ എത്രയാ വില? ഇപ്പം വില കൂടി എത്ര? 50 രൂപയേ ഉള്ളൂ പവനക്ക്. പവൻ 50 രൂപയേ ഉള്ളൂ, ഒരു ഗ്രാമിന് 5-6 രൂപയേ ആകുള്ളൂ എന്ന് പറഞ്ഞു. എന്നാ 2 കിലോ തന്നേക്കാൻ പറയും ഉടനെ. അതേസമയത്ത് സ്വർണ്ണക്കടയിൽ ഇപ്പൊ പോയി വില ചോദിച്ചാലോ 10 ഗ്രാം വാങ്ങിക്കാൻ പോകുന്നവൻ 5 ഗ്രാം മതി. മാല വാങ്ങിക്കാൻ പോകുന്നു, 10 ഗ്രാമിന്റെ മാല എടുത്ത് കാണിച്ച
5 ഗ്രാമിന്റെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാൽ കൊള്ളാം, അതിലും കുറച്ചുണ്ടെങ്കിൽ അത്രയും മതി എന്ന് പറയുമ്പോൾ ചോദിച്ചത്. അത് വില കുറച്ച് കൊടുക്കുന്ന സാധനമാണെങ്കിൽ കൂടുതൽ വാങ്ങിക്കാൻ നിൽക്കും. അപ്പൊ ഖഫീഫത്താനി അലൽ ലിസാൻ പറഞ്ഞപ്പോ അത്രയും ചെറുതല്ലേ, അതിന്റെ പകരവും കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കും മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ അതിന്റെ തൂക്കം കണക്കാക്കാൻ പറ്റൂല, ഒരുപാട് കിട്ടും ചെറുതാണെങ്കിലും. അതുകൊണ്ട് ചെറിയ വില കൊടുത്ത് വലുത് നിങ്ങൾ വാങ്ങിക്കാൻ തയ്യാറായിക്കും, ഒരുപാട് കിട്ടുന്നത് എന്ന്. സഖീലതാനി ഫിൽ മീസാൻ. 2 ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അതിഥികൾ വന്നാല് അതിഥികൾക്ക് എന്താ കൊടുക്കുക? രാവിലെ കട്ടൻ ചായ ഇട്ട് വെച്ചായിരുന്നു 4 മണിക്ക് കുടിക്കാൻ വേണ്ടി. ചായക്കലത്തിൽ പോയി നോക്കിയപ്പോൾ മതി 1/2 ഗ്ലാസ് കട്ടൻ ചായ, നിറമെല്ലാം മാറി ചവർപ്പ് നിറവൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്, തണുത്ത് വിറച്ചിരിക്കുന്നത്. അത് ഒരു ഗ്ലാസ് കഴുകി ഒഴിച്ചുകൊണ്ട് വന്ന് കൊടുക്കുമോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ തലേ ദിവസം അടിച്ച ജ്യൂസിന്റെ ബാക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല തണുത്തിരിക്കുകയല്ലേ, ഇത് തന്നെ കൊടുക്കാമെന്നും പറഞ്ഞു കൊടുക്കൂ? ഉസ്താദന്മാരാരെങ്കിലും വീട്ടിൽ വന്നാൽ, ശുക്ർ ഉസ്താദ് വീട്ടിൽ വന്നു, പെട്ടെന്ന് വന്നപ്പോൾ ഉടനെ തന്നെ പഴയ തലേ ദിവസം 2 ദിവസം മുമ്പ് ആരോ വന്നപ്പോൾ അടിച്ചു വെച്ചിരുന്നതിന്റെ ജ്യൂസ് ബാക്കിയിരുന്നു പാത്രത്തിൽ, എടുത്തോണ്ടൊന്ന് കൊടുക്കുവോ? അപ്പൊ അതിഥികൾ നമ്മുടെ വീട്ടിൽ വന്നാൽ അതിഥികളുടെ രീതി അനുസരിച്ചാണ് അവരെ ആദരിക്കുന്നതും ബഹുമാനിക്കുന്നതും. ആ തണുത്ത ജ്യൂസ് കൊടുക്കും നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക്. ആരെങ്കിലും ഒക്കെ വന്ന അങ്ങനത്തെ ആളാണെങ്കിൽ ബാക്കിയിരുന്ന ജ്യൂസ് കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ധർമ്മക്കാരന് വന്നിച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചാൽ ഈ കട്ടൻ ചായ എടുത്തുകൊണ്ടേ കൊടുക്കും. അയാൾക്ക് കുടിക്കാൻ വെള്ളം ചോദിച്ചാൽ കൊടുക്കും. കൊടുക്കുന്ന ആളുണ്ട്. വീട്ടിൽ വരുന്നവർക്ക് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ വീട്ടിൽ വരുന്ന അതിഥികൾ ആരാണോ അവരെ നോക്കിയിട്ട് അപ്പൊ ആലോചിക്കും, ശുക്ർ ഉസ്താദ് വീട്ടിൽ വന്ന ആലോചിക്കും ഉസ്താദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം ഏതാണെന്ന് ആലോചിച്ചിട്ട് അത് കൊടുക്കാമെന്ന് പറഞ്ഞ് വേഗം വല്ല മാതളമൊക്കെ പൊളിച്ച് നല്ല കട്ട പാലും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് മാതളം ജ്യൂസ് അടിച്ച് കൊടുക്കൂലേ? അത് ഉസ്താദ് വല്ല ഇടിയും തന്നിട്ടുണ്ട്, ദേഷ്യപ്പെട്ടതാ, മദ്രസയിൽ വെച്ച് എപ്പോഴും വഴക്ക് പറയായിരുന്നു, അതുകൊണ്ട് ഉസ്താദിന് ഇപ്പൊ കൊടുക്കാമെന്നും പറഞ്ഞ് വല്ല കൈപ്പുള്ള പാവയ്ക്ക അടിച്ച് ജ്യൂസ് അടിച്ചോണ്ടെന്ന് കൊടുക്കുവോ? അപ്പൊ അതിഥികൾ വരുന്ന അതിഥികൾക്കനുസരിച്ച് നമ്മൾ അവരെ കണക്ക് കൂട്ടും. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ അടുക്കൽ എന്താ കാഴ്ചവെക്കേണ്ടത്? ഈ നിയമം അനുസരിച്ച് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കണം കാഴ്ചവെക്കേണ്ടത്, കൊടുക്കേണ്ടത്, സംഭാവന കൊടുക്കേണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ കൊടുക്കണം. ഹബീബതാനി ഇലർ റഹ്മാൻ, ഹബീബതാനി ഇലർ റഹ്മാൻ. ആരെങ്കിലും കാണാൻ പോകുമ്പോ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കൊണ്ടേ കൊടുക്കും. എന്തിനാ? അവരെ മയപ്പെടുത്താൻ വേണ്ടി. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ട് കൊടുത്താലേ അവർക്ക് ഭയം വരുകയുള്ളൂ, അവരുടെ മനസ്സ് ചായുള്ളൂ. അതുകൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഹബീബതാനി ഇലർ റഹ്മാൻ. ഈ 2 വചനങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2 വചനങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാ, പ്രിയപ്പെട്ടത് തന്നെ അള്ളാഹുവിലേക്ക് കൊടുക്കണം. അള്ളാഹുവിന് കൊടുത്താൽ അള്ളാഹു തആല ഇങ്ങോട്ടും പ്രിയപ്പെടും, അള്ളാഹുവിന് ഇഷ്ടമാകും. അള്ളാഹുവിന്റെ സ്നേഹം നേടണമെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് കൊടുക്കണം. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം ബാക്കി എല്ലാത്തിനേക്കാളും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി തന്നെ അർപ്പണം ചെയ്യലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അത് തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞു. അതല്ലേ അങ്ങനെ കൊടുക്കാത്ത ആളുകളോട് അള്ളാഹുവിന്റെ ശിക്ഷ കാത്തിരുന്നു. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. ഹബീബതാനി ഇലർ റഹ്മാൻ, ഹബീബത്താനി ഇലല്ലാ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്, അള്ളാഹുവിന് പ്രിയപ്പെട്ടത്. അള്ളാഹു തആല അവന്റെ മുഴുവൻ സൃഷ്ടികളും മുഴുവൻ സംവിധാനങ്ങളും ഈ ലോകത്ത് ചെയ്തിരിക്കുന്ന എല്ലാ ഏർപ്പാടുകളും ഇനി ഖിയാമത്ത് നാളിന് ശേഷം ആഖിറത്തിൽ അള്ളാഹു തആല ചെയ്തു വച്ചിരിക്കുന്ന ചെയ്യാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇത് മുഴുവനും അള്ളാഹുവിന്റെ റഹ്മത്തുമായി ബന്ധപ്പെട്ടതാണ്. ആർക്കും ചോദിക്കാനുള്ള അവകാശമൊന്നുമില്ല. അള്ളാഹുവിന്റെ റഹ്മത്താണ് ഇതെല്ലാം. അള്ളാഹു റഹ്മാനാണ്.
അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പേരിലായത് മുഴുവനും ചെയ്തിരിക്കുന്നത്. ഇത്ര അധികം നിങ്ങളോട് റഹ്മത്തുള്ള, കാരുണ്യമുള്ള, കാരുണ്യവാനായ നിങ്ങളുടെ റബ്ബിന് ഏറ്റവും പ്രിയപ്പെട്ട സാധനം ഏതാ? അത് തന്നെ കൊടുക്കണം. ഹബീബതാനി ഇലർ റഹ്മാൻ, അതാണ് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത്. എന്താ ഈ 2 വചനങ്ങൾ ഇത്രയും മഹത്വമുള്ളത്? പറയാൻ എളുപ്പം, പ്രതിഫലമാണെങ്കിൽ മല പോലെ ഭാരമായത്. മീസാനിൽ ഭാരം വരണമെങ്കിൽ എന്ത് ചെയ്യണം? 5-10 കിലോ ഒന്നും വെച്ചാൽ മീസാനിൽ ഭാരം വരൂലല്ലോ. ഉഹദ് മലയും വെച്ച് തൂക്കുന്നതാ മീസാനില്, അല്ലെ? സവാബുകളെ കുറിച്ച് പറയുമ്പോ ഉഹദ് മലയോളം ഉള്ളത് ഖിൻതാർ എന്നൊക്കെയാ പറയുന്നത്. വലിയ തൂക്കങ്ങൾക്കാ പറയുന്നത്. അതൊക്കെ വെച്ച് തൂക്കുന്നതാ. അങ്ങനത്തെ ത്രാസി കൊണ്ട് വെച്ച് ഇരുമ്പ് കടയില് ഇരുമ്പ് തൂക്കുന്ന ത്രാസിൽ കൊണ്ടുവന്ന് വെച്ച് ആരെങ്കിലും സ്വർണം തൂക്കുവോ? സ്വർണം തൂക്കണ ചെറിയ ത്രാസിലല്ലേ തൂക്കാൻ പറ്റുള്ളൂ. ആനയുടെ വെയിറ്റ് എടുക്കുന്ന ഈ വേ ബ്രിഡ്ജൊക്കെ കണ്ടിട്ടില്ലേ? വണ്ടിയൊക്കെ കൊണ്ടുപോയി ലോഡ് നിറച്ച് 10, 15, 20 ടണ്ണുള്ള ലോറിയൊക്കെ കൊണ്ടുവന്ന് വെയിറ്റ് എടുക്കുന്നത് വേ ബ്രിഡ്ജില്. അവിടെ ആരെങ്കിലും കൊണ്ട് വെച്ച് മീൻ തൂക്കുവോ? ഒരു കിലോ മീൻ വാങ്ങിക്കാൻ ആരെങ്കിലും വന്ന് മീൻകാരൻ പറഞ്ഞ വേ ബ്രിഡ്ജിൽ കൊണ്ട് വെച്ച് തൂക്കി തരുമോ നമുക്ക് മീൻ? അപ്പൊ ത്രാസ്, വലിയ ത്രാസ അള്ളാഹു താല വെച്ചേക്കുന്ന, വലിയ മല പോലെയുള്ള ത്രാസ്. അപ്പൊ അതിനകത്ത് ഭാരം വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ ഭാരം വരണമെങ്കിൽ സഖീലത്താനി ഫിൽ മീസാൻ, വലിയ ഭാരം വരണ സാധനമായിരിക്കണം. അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായി അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കണം. അത്രയും ഉയർന്ന വചനമായിരിക്കണം. ആ ഉയർന്ന വചനം ഏതാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. 2 വചനങ്ങൾ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. സുബ്ഹാനല്ലാഹ് തസ്ബീഹ്. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ തൻസീഹാണ്. വബിഹംദിഹി ഹംദ്, ഇത് അള്ളാഹുവിന്റെ മഹത്വത്തെ വെളിവാക്കുക. തൻവീഹാണ്. തൻവീഹ ബിദ്ദിക്ർ, മഹത്വത്തെ കുറിച്ച്, യോഗ്യതകളെ കുറിച്ച് പറയുക. പിന്നെ സുബ്ഹാനല്ലാഹിൽ അദീം, തഅലീം, അള്ളാഹുവിന്റെ വലിപ്പത്തെ, അള്ളാഹുവിന്റെ മഹാത്മ്യത്തെ വിവരിക്കുക. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സുബ്ഹാനല്ലാഹ്, തൻസീഹാണ്. അള്ളാഹുവിനെ എല്ലാ നഖായിസുകളിൽ നിന്നും, അള്ളാഹുവിന് ചേരാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധമാക്കുക. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നായിൽ അള്ളാഹുവിന് ചേരാത്ത ഒരുപാട് കാര്യങ്ങളെ നഫീ ചെയ്തിട്ടുണ്ട്, സൽബ് ചെയ്യുന്നുണ്ട്. സൽബിന്റെ സിഫാത്തുകളുണ്ട്, സൽബിന്റെ സിഫാത്തുകൾ. അപ്പൊ അള്ളാഹുവിന്റെ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും എല്ലാ നഖായിസുകൾ, ഒരു തരത്തിലുള്ള നഖ്സും അള്ളാഹുവിലേക്ക് വന്ന് ചേരാനേ പാടില്ല. അതിനാണ് തൻസീഹ് എന്ന് പറയുന്നത്. ഇത് പറയാനാ തസ്ബീഹ് വെച്ചിരിക്കുന്നത്. അല്ലാഹു തആല ഖുർആനിൽ പല ഭാഗങ്ങളിലും തസ്ബീഹ് ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തോന്നാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അല്ലാഹു തആല തസ്ബീഹ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനത്തെ വിചാരം പോലും വെക്കരുത് എന്ന്. രാത്രി നല്ല പാതിര സമയത്ത് ഒരു മുത്തഅല്ലിമ് ഇവിടുന്ന് ഇറങ്ങിയ മുത്തഅല്ലിമെന്ന് എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് പറയാട്ടോ. വേറെ ആരെങ്കിലും വല്ല ഒരാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാട്ടുകാരെങ്കിലും വിചാരിക്കും അവരെയാ പറയുന്നതെന്ന്. മുത്തഅല്ലിമീങ്ങളാവുമ്പോൾ ഞാൻ പിന്നെ പൊരുത്തം ചോദിച്ചോളാം വേണമെങ്കിൽ അവസാനം. ഒരു മുത്തഅല്ലിമിന്ന് പാതിര സമയത്ത് എല്ലാവരും ഉറങ്ങിയ സമയത്ത് പതുക്കെ എഴുന്നേറ്റ് ഇവിടുന്ന് പുറത്തേക്ക് പോയി വേറെ ആരോ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു. ആ സ്ത്രീയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പൊ എന്തായിരിക്കും ആ മുത്തഅല്ലിമിനെ കുറിച്ച് അറിയുന്നവരൊക്കെ പറയുക? എന്ത് വേണമെങ്കിലും പറയാം, എന്തെല്ലാം വേണമെങ്കിലും പറയും. എത്ര വലിയ ദീർഘമായ ചരിത്രവും അതിന്റെ പിന്നിൽ മെനഞ്ഞുണ്ടാക്കും. ചിലപ്പോൾ 20 വയസ്സേ ആയിട്ടുണ്ടാകുള്ളൂ ഈ മുത്തഅല്ലിമിന്. ഒരു 30 വർഷം മുതലേ ഇവർ തമ്മിൽ ബന്ധമാണെന്ന് വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കാം. എത്ര വേണമെങ്കിലും ഊഹിച്ച് പറഞ്ഞുണ്ടാക്കാം. എന്ത് വേണമെങ്കിലും ഊഹിക്കാം, എന്ത് വേണമെങ്കിലും ധരിക്കാം. പാതിരാ സമയത്ത് ആരും അറിയാതെ കിടന്നുറങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ, ഒരു സ്നേഹിതനെ വേറൊരാള്, ആ സ്നേഹിതൻ അയാളെ പൊക്കിക്കൊണ്ടുപോകുന്നു. ഇപ്പൊ എന്തായിരിക്കും അവസ്ഥ? മനുഷ്യൻ എന്ത് വിചാരിക്കും? പാതിരേക്ക് ആരും അറിയാതെ വളരെ പ്രിയപ്പെട്ട ഒരാള് തന്റെ ഏറ്റവും ഇഷ്ടക്കാരനാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന അത്ര പരസ്യമായ നിലയിൽ സ്നേഹമുള്ള ഒരാളെ പൊക്കിക്കൊണ്ടുപോകുന്നു. എന്ത് വിചാരിക്കും? ആർക്കും എന്തും ധരിക്കാം. അപ്പൊ അങ്ങനത്തെ യാതൊരു നിങ്ങളുടെ ധാരണകൾക്കും സ്ഥാനമില്ല എന്ന് പറഞ്ഞ് സ്ഥിരപ്പെടുത്താൻ വിചാരിച്ച എത്ര പറഞ്ഞാലും സമ്മതിക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ മഹ്ബൂബ്, അല്ലാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളിലും അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരനായ പ്രവാചകൻ, ഹബീബുല്ലാഹ്, മഹ്ബൂബ് റബ്ബിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും അടുപ്പവും ഏറ്റവും സ്നേഹമുള്ള
ഈ ഹബീബിനെ രാത്രി പൊക്കിക്കൊണ്ടുപോയാൽ നിങ്ങൾ എന്ത് പറയും? എന്തായിരിക്കും മനുഷ്യൻ ധരിക്കുക? എന്തെല്ലാമോ ധരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ധരിക്കണ്ട, അങ്ങനത്തെ യാതൊരു കുഴപ്പവും എന്നെ കുറിച്ച് ചിന്തിക്കാനില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. ഞാൻ എന്റെ മഹ്ബൂബിനെ രാത്രി വീട്ടിന്റെ മുകളിൽ നിന്ന് മേൽക്കൂര പൊളിച്ച് ഇറങ്ങി പൊക്കിക്കൊണ്ടുപോയത്. സാധാരണ ആൾക്കാർ വരുന്നത് മാതിരി ബൈക്കിലെങ്ങാനും വന്നു നിന്നിട്ട് വീട്ടിൽ നിന്ന് ചാടി പോകുമ്പോൾ പൊക്കിക്കൊണ്ടു പോവുകയോ അല്ലെങ്കിൽ വല്ല വഴിയിൽ വെച്ച് തട്ടിക്കൊണ്ടു പോകുകയോ അല്ല ചെയ്തത്. വീട്ടിന്റെ മേൽക്കൂര പൊളിച്ച് അവിടെ നിന്നും ഇറങ്ങി ഫുരിജ സഖ്ഫു ബൈത്തി അല്ലേ ബുഖാരിയിൽ പറഞ്ഞേക്കുന്നത്. എന്റെ വീട്ടിന്റെ മേൽക്കൂര പൊളിച്ച് അതിൽ വിടവുണ്ടാക്കി അതിലെ ഇറങ്ങി അതിലെ പൊക്കിക്കൊണ്ടുപോയി, ഇതാരും അറിയാതെ, നല്ല ഉറക്കത്തിന്റെ സമയത്ത്. എന്റെ ഉറക്കം പോലും തെളിഞ്ഞില്ലായിരുന്നു, ഉറക്കത്തിലാണ് എന്നെ പൊക്കിക്കൊണ്ടുപോയത്. എന്നിട്ട് കൊണ്ടുപോയി എന്നെ കാബയുടെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തി. അപ്പോഴേ എനിക്ക് ഉറക്കം തന്നെ തെളിയുന്നത്, കണ്ണെല്ലാം തുടച്ച് ഞാൻ ഇരുന്ന്. അങ്ങനെ പൊക്കിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വിചാരിക്കും? അള്ളാഹു പറയുന്നു, വിചാരിക്കണ്ട. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. പൊക്കിക്കൊണ്ടുപോയ ആളെ കുറിച്ച് നിങ്ങൾ ഒന്നും ധരിക്കണ്ട, പരിശുദ്ധനാണ്. അപ്പൊ അള്ളാഹുവിന്റെ തൻസീഹ് അനിൻ നഖായിസ്, മനുഷ്യൻ എന്തെല്ലാം ധാരണകൾ ഉണ്ടാകാമോ ആ മുഴുവൻ ധാരണകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തള്ളിക്കളയും. ഇതിനാണ് തസ്ബീഹ് പറയുന്നത്, തൻസീഹിന് വേണ്ടി. അപ്പൊ അള്ളാഹുവിന് ചേരാത്ത യാതൊരു കാര്യവും അള്ളാഹുവിലേക്ക് ചേർത്ത് മനുഷ്യൻ ചിന്തിക്കാൻ പോലും പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, പിശാച് മനുഷ്യന്റെ അടുക്കൽ വരും. മനുഷ്യന്റെ അടുത്ത് വന്നിട്ട്, എടാ ഈ ആകാശം ആരടാ പഠിച്ച്? അത് അള്ളാഹ് പഠിച്ചു. ഭൂമി ആരടാ പഠിച്ചു? അള്ളാഹ് പഠിച്ചു. ഈ നക്ഷത്രം ഇതെല്ലാം അള്ളാഹ് പഠിച്ചു. എല്ലാം പറഞ്ഞു കഴിയുമ്പോ ഹാദാ ഖലഖല്ലാഹുൽ ഖൽഖ് ഫമൻ ഖലഖല്ലാഹ്, ഇതെല്ലാം പഠിച്ച അള്ളാഹനെ ആരടാ പഠിച്ച്? അപ്പൊ മനുഷ്യന്റെ മനസ്സില് ചിന്ത വരും, ശരിയാണല്ലോ ഈ പറഞ്ഞത്. ഭൂമി പഠിച്ചതല്ല, ആകാശം പഠിച്ചതല്ല, നക്ഷത്രം പഠിച്ചതല്ല, എന്നെ പഠിച്ചതല്ല, നിന്നെ പഠിച്ചതല്ല, അള്ളാഹനെ ആര് പഠിച്ചു എന്ന് മനുഷ്യന് മനസ്സിൽ ചിന്ത വരാം. ഇത് വന്നാൽ ഫല്യസ്തഇസ് ബില്ലാഹ്, അള്ളാഹുവിനോട് കാവൽ തേടി ഒഴിവായിക്കൊള്ളണം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞ് ഒഴിവാകണമെന്ന്. മനുഷ്യന്റെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ, ഇങ്ങനെ ഊഹങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ചിന്തകളെ പോലും അള്ളാഹുവിൽ നിന്ന് ഒഴിവാക്കിക്കൊള്ളണം. അതിനാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ്. തസ്ബീഹ് അള്ളാഹുവിന്റെ മുഴുവൻ നഖായിസുകളിൽ നിന്നും അള്ളാഹുവിനെ പരിശുദ്ധനാക്കാൻ. എന്തെല്ലാം പറയാവുന്ന, ചിന്തിക്കാവുന്ന, ഊഹിക്കാമോ, ഊഹം വെക്കാമോ, തഖയ്യുലാത്തുകൾ പോലും ഉണ്ടാകാൻ പാടില്ല. വെറും ലന്നുകളല്ല, തഖയ്യുലാത്തുകൾ പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ മുഴുവൻ ധാരണകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധമാക്കലാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ്. പിന്നെ വബിഹംദിഹി, അല്ലാഹുവിന്റെ ഹംദ്. ഹംദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ബാത്തുൽ കമാൽ, തൻബീഹ ബിദ്ദിക്റാൻ. അല്ലാഹുവിന്റെ മഹത്വത്തെ, അല്ലാഹുവിന്റെ സ്ഥാനങ്ങളെ പറയുക, കമാലിയാത്തുകളെ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക. ഹംദ് കൊണ്ട് എല്ലാ കമാലിയാത്തുകളും, ഏതെല്ലാം കമാലിയാത്തുകളുണ്ടോ അങ്ങനത്തെ മുഴുവൻ കമാലിയാത്തുകളെയും അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക. വബിഹംദിഹി. അപ്പൊ അള്ളാഹുവിന്റെ ഹംദ്, തഹ്മീദ്, തൻവീഹ ബിദ്ദിക്ർ, ഇത് രണ്ടും വന്നു. ഇനിയുള്ളത് മനുഷ്യന്റെ ഭാവനയിൽ, ചിന്തയിൽ, ഊഹത്തിൽ വരാവുന്ന, ചിന്തിക്കാവുന്ന, സാധ്യതയുള്ള ഏതെല്ലാം നഖായിസുകളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിനെ നിന്നും ഒഴിവാക്കി അള്ളാഹുവിനെ പരിശുദ്ധനാക്കി, ഏതെല്ലാം കമാലാത്തുകൾ, ഏതെല്ലാം യോഗ്യതകൾ, ഏതെല്ലാം സ്ഥാനങ്ങൾ, എന്തെല്ലാം ഗുണങ്ങൾ, സിഫാത്തുകൾ കമാലിയത്തിന്റെ അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്താമോ, മനുഷ്യനത് സാധിക്കുമോ, ചിന്തിക്കാൻ മനുഷ്യന്റെ ചിന്തയിലും ബുദ്ധിയിലും വരുമോ, എങ്ങനത്തെ മുഴുവൻ കമാലിയാത്തുകളെയും അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തലാണ് തഹ്മീദ്. വബിഹംദിഹി. ഇനി മനുഷ്യന്റെ ചിന്തയിൽ വരാത്ത, മനുഷ്യന് ചിന്തിക്കാൻ സാധിക്കാത്ത, അവന്റെ ബുദ്ധിയുടെ അപ്പുറത്തുള്ള മാ വറാ അൽ ഇദ്റാഖി വൽ അഖൽ, മനുഷ്യന്റെ അഖലിന് എത്താൻ സാധിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ന്യൂനതകൾ അള്ളാഹുവിനുണ്ടെങ്കിൽ, എന്തെങ്കിലും കമാലാത്തുകൾ ഉണ്ടെങ്കിൽ ആ മുഴുവൻ കമാലാത്തുകളെയും പരിധി വിട്ട് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് തഅലീം, അലീമിന്റെ പ്രയോഗം. സുബ്ഹാനല്ലാഹിൽ അലീം. അത് തഅലീമാണ്, തംജീദാണ്. മനുഷ്യന് സാധിക്കാത്ത മാ വറാ അൽ അഖ്ലി വൽ ഇദ്റാഖായ കാര്യങ്ങള് അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തുക. അങ്ങനത്തെ മുഴുവൻ കമാലിയാത്തുകൾ. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് വന്നെത്തുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ആരേ ഉള്ളൂ, വേറെ ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ്
4 വചനങ്ങളാണ് ഏറ്റവും ഉയർന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. 3 വചനങ്ങൾ, ഈ 3 വചനങ്ങളുടെ എല്ലാം കൂടെ ഖുലാസ, അതിന്റെ നതീജയാണ് 4-മത്തത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് പറയാൻ ഏറ്റവും ഉയർന്നതാണ് വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിന്റെ അവസാനത്തിൽ കൊണ്ടുവന്ന് സ്ഥിരപ്പെടുത്തുന്നു തൗഹീദ്. ആരംഭത്തിൽ പറഞ്ഞത് ഈമാൻ കൊണ്ട് തുടങ്ങി. ആരംഭത്തിലും ഈമാൻ വേണം. ഒരു മനുഷ്യൻ മൂമിനാകുമ്പോഴാണ് അവൻ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമയാകുന്നത്, അള്ളാഹുവുമായിട്ട് ബന്ധം വരുന്നത്, അള്ളാഹുവുമായിട്ടുള്ള കരാറ് വരുന്നത് ഈമാൻ കൊണ്ടാണ്. ഈ ഈമാൻ തുടക്കം അവസാനം എന്തായിരിക്കണം? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനവും ഇതേ ഈമാൻ. ഏത് ഈമാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് അവസാനം മരണസമയത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞു കൊടുക്കുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം മനുഷ്യന്റെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് ജീവിതത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ടെങ്കിലേ ഉള്ളൂ അവസാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാകുള്ളൂ. അതുകൊണ്ട് മരിക്കാൻ പോകുന്നവർക്ക്, മരണാസന്നരായവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നോ, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നിർത്തി, അവിടെ വച്ച് തീർന്നു. അതാകാൻ വേണ്ടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മുഹമ്മദ് റസൂലുള്ളാഹ് ജീവിതത്തിലാണ് ഉണ്ടാകേണ്ടത്. വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു. പിടിക്കാൻ പറഞ്ഞു. മരിക്കുമ്പോൾ ആരെങ്കിലും പിടിക്കുവോ? ജനിക്കുമ്പോഴല്ലേ പിടിക്കുള്ളൂ, മുക്ക് പിടിച്ചോണ്ട് വരുള്ളൂ. മരിക്കുമ്പോഴോ ഒന്നുമില്ല, എല്ലാ പിടുത്തവും വിട്ടു, സർവ്വ പിടിയും വിട്ടിട്ടാ മരിക്കുന്നത്. അതുകൊണ്ട് കൈയും മലർത്തിക്കൊണ്ട് പോകുള്ളൂ, ഒന്നും പിടിക്കില്ല. ജനിക്കുമ്പോ എല്ലാം പിടിക്കാമെന്നും പറഞ്ഞു വരും, മരിക്കുമ്പോ ഒന്നുമില്ല, പിടുത്തമൊന്നുമില്ല, എല്ലാ പിടുത്തവും വിട്ടിട്ടാ പോകുന്നത്. അപ്പൊ ജീവിതത്തിലാണ്. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മരിച്ചവർക്ക് പിന്നെ ഉസ്വത്തൊന്നുമില്ല. മരിക്കാൻ ആരുടെയെങ്കിലും മാതൃക വേണം, ഇങ്ങനെ മരിക്കണമെന്ന്. അസ്രായേൽ പിടിക്കുമ്പോൾ അങ്ങ് മരിക്കും. റൂഹ് പോകുന്നതിന് രീതി വല്ലതുകൊണ്ട്, അവന്റെ റൂഹ് പോയതുപോലെ എന്റെ റൂഹ് പോകണമെന്ന് അങ്ങനെ പോകാൻ പറ്റൂ? റൂഹിന് അങ്ങനെ രീതിയൊന്നുമില്ല. പിടിക്കുന്നത് എങ്ങനെയാണോ അവർ പിടിച്ചോളും. അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള ഉസ്വത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തിനാ? ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എത്താൻ. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് എത്തുന്നതാണ് ഈ 3 കാര്യങ്ങൾ കൊണ്ട്: തസ്ബീഹ്, തഹ്മീദ്, തഅലീം. തൻസീഹ്, തൻവീഹ്, തംജീദ്. ഇത് 3 കൊണ്ട് എവിടെ എത്തും? മനുഷ്യൻ തൗഹീദിലേക്ക് എത്തും, യഥാർത്ഥ തൗഹീദിലേക്ക്. അങ്ങനെ എത്തുമ്പോൾ അവന്റെ ഈമാൻ പൂർത്തിയായി, അവന്റെ മരണവും ആ നിലയിലാകും. ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞ് സമർത്ഥിക്കാനാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് കിതാബിന്റെ ആരംഭത്തിൽ ഈമാനിനെ കുറിച്ച് പറഞ്ഞ് അവസാനവും അതിൽ തന്നെ കൊണ്ടുവന്ന് ബന്ധിപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നിയ്യത്തുമായി ബന്ധപ്പെട്ടതാണ്. ഈ നിയ്യത്തിനെ പരിശോധിക്കുകയും അതിന്റെ തൂക്കമെടുക്കുകയും വെയിറ്റ് അളക്കുകയും ചെയ്യുന്നത് മീസാനിലാണ്. മീസാൻ ഉള്ളതാണ് എന്ന് പറഞ്ഞ് അവസാനത്തെ കാര്യവും നമ്മളോട് പറഞ്ഞു. അപ്പൊ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യണം? നമ്മളുടെ ജീവിതം ഇതായിരിക്കണം. അതിനാ സഹീഹുൽ ബുഖാരി പഠിച്ചത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി. ഇല്ലാത്തതൊന്നുമില്ല, മുഴുവൻ കാര്യങ്ങളും സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയെല്ലാം ഖുർആനിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ അതേപോലെ മുഴുവൻ കാര്യങ്ങളും അതിന്റെ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ കാണൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം ഹദീസുകളുണ്ട്, ജീവിതം മുഴുവനും ഉള്ളത്. ബുഖാരിയിൽ എത്ര ഹദീസുണ്ട്? 4000 ഹദീസുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. ബാക്കി 10,000 കണക്കിന് കിടക്കുന്ന ഹദീസുകളോ? ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് തന്നെ പറഞ്ഞു, 3 ലക്ഷം ഹദീസുകൾ എനിക്ക് മനഃപ്പാടമുണ്ട്. 6 ലക്ഷമൊന്നും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ. പോട്ടെ, 3 ലക്ഷം ഹദീസുകൾ എന്ന് പറഞ്ഞു. ഈ 3 ലക്ഷത്തിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് 4000 ചില്ല നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം കയ്യിൽ വെച്ചേക്കുക. 2,96,000 കയ്യിൽ വെച്ചേക്കുക. ഇതെങ്ങനെ ഉണ്ടാകും? ഈ 4000-നകത്ത് ഇതുണ്ട്. പഠിക്കുന്നവർക്ക് അത് മനസ്സിലാകും. ഇപ്പൊ മുതഅല്ലിമീങ്ങളുടെ ജോലി എന്താ? അത് പഠിക്കുക. ഈ ബാക്കിയുള്ള 3 ലക്ഷം അന്വേഷിക്കണം. ഈ 4000 വെച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ആരും വിചാരിക്കരുത് ഞങ്ങൾ പഠിച്ച് തീർന്നു പോയി. പഠിച്ച് തീർന്നതല്ല, നിങ്ങൾക്ക് എന്തിനാ സനത് തരുന്നത്? പഠിക്കാനുള്ള യോഗ്യത ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി. ഇപ്പൊ എന്തെങ്കിലും ദീനിന്റെ കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ, അതിനുവേണ്ടി ശ്രമിക്കാനുള്ള യോഗ്യനായി ഇനി നിങ്ങൾ പരിശ്രമിച്ചാൽ ചിലപ്പോൾ ഇൽമ നിങ്ങൾക്ക് കിട്ടും. എന്തെങ്കിലും പരിശ്രമിച്ചാൽ ആ കിട്ടുന്ന ഇൽമിനെ എന്ത് ചെയ്യണം? 2 ജോലി. ഒന്ന്, ആദ്യം ജീവിതത്തിൽ പകർത്തണം, സ്വന്തം ഉണ്ടാക്കണം. ഏത് കാര്യമാണെങ്കിലും സ്വന്തം ഉണ്ടാക്കണം. ഇവിടെ അടുക്കളയിൽ കുക്ക്
ആഹാരം വേവിച്ചിട്ട് നിങ്ങൾക്ക് വിളമ്പി തന്നിട്ട് അതിന് ശേഷം പറയുന്ന കാര്യങ്ങളാണോ കേൾക്കുന്നത്? അതോ ആദ്യം പുള്ളി രുചിച്ച് നോക്കിയിട്ടാണോ? മുളക് ചേർത്താൽ മുളക് എരിവുണ്ടോ എന്ന് നോക്കുവോ? ഉപ്പ് ചേർത്താൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടാണോ കറി വെക്കുന്നത്? അതോ ഉപ്പും മുളകും എല്ലാം വാരി ഇട്ടിട്ട് കൊണ്ടുവന്ന ഉസ്താദന്മാരും പിള്ളേരും കഴിച്ചിട്ട് പറയട്ടെ, പറയുമ്പോൾ നോക്കാമെന്ന് വിചാരിക്കുമോ? ഉണ്ടാവില്ല. ഇപ്പൊ ഏത് കാര്യം വന്നെങ്കിലും അവനവൻ ആദ്യം അനുഭവിക്കണം, സ്വന്തം അനുഭവിക്കണം. അനുഭവിച്ചിട്ട് പിന്നെ ഈ അനുഭവം വേണം പറയാൻ. നമ്മൾ കഴിച്ചാലല്ലേ ഉള്ളൂ കറി കൊള്ളാൻ കണ്ട് ഇന്നത്തെ കറി കൊള്ളാം. കറി ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വെറുതെ ഇന്ന് വെച്ചേക്കുന്ന കറിക്ക് ഉപ്പില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? ആരെങ്കിലും? ആരും സമ്മതിക്കില്ല. എന്നെ ചീത്ത വിളിക്കും. പിന്നെ അയാൾ ഇവിടെ പള്ളിക്കാത്തിരുന്നോണ്ടാ കറിയിൽ ഉപ്പില്ല എന്ന് പറയുന്നത്. അതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. എരിവ് കൂടുതലാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ഞാൻ കഴിച്ചതിന് ശേഷം പറയുകയാണ് ഇന്ന് കറിക്ക് ഉപ്പ് കൂടുതലാണ്, അല്ലെങ്കിൽ എരിവ് കൂടുതലാണ്, അല്ലെങ്കിൽ ഉപ്പില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും. എന്താ ജനം നമ്മളെ അംഗീകരിക്കാത്തത്? മുസ്ലിയാക്കന്മാരെ മനുഷ്യർ അംഗീകരിക്കാത്തതിന്റെ കാരണം എന്താ? ആലിമീങ്ങളെ മനുഷ്യൻ സമ്മതിക്കാത്തതിന്റെ കാരണം എന്താ? ആലിമീങ്ങൾ എല്ലാവരും പള്ളിക്കാത്തിരുന്നുകൊണ്ട് കറിക്ക് രുചി പറയുന്നവരാ. വീട്ടിൽ താത്ത വയ്ക്കുന്ന കറിക്ക് ഉപ്പില്ല, അല്ലെങ്കിൽ അതിന് എരിവ് കൂടുതലാണെന്ന് പള്ളിയിൽ നിന്നുകൊണ്ട് വെറുതെ ഇങ്ങ് പറയുക. അതുകൊണ്ടാണ് ആരും സമ്മതിക്കാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കറി ആദ്യം കഴിക്കണം. കറി വെച്ചിട്ട് ആദ്യം കഴിച്ച് നോക്കിയിട്ട് പിന്നെ പറയണം ഇതിന് ഉപ്പില്ല എന്ന്. അതുകൊണ്ട് ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും കാലവും നിങ്ങൾ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച കാര്യം, എല്ലാവരും വിചാരിക്കുന്നത് മദ്രസയിൽ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വലിയ പരിശീലനമല്ലേ. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, തഹജ്ജുദ് നമസ്കരിക്കണം, സുബഹി നമസ്കരിക്കണം, ഖുർആൻ ഓതണം, ദിക്ർ ചെയ്യണം, ജമാഅത്ത് കൃത്യമായി നിർവഹിക്കണം, ജമാഅത്തിൽ പങ്കെടുക്കണം, റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കണം, അവ്വാബി നമസ്കരിക്കണം, വാഖിയ ഓതണം. ഇങ്ങനെ ജീവിതത്തിൽ എല്ലാ ചിട്ടകളും പഠിപ്പിക്കും. എല്ലാവരും വിചാരിച്ചേക്കുന്നത് ഇത് മദ്രസയിലെ ചിട്ടയാണ്, മദ്രസയിൽ പഠിക്കുന്ന കാലത്തുള്ളതാണ്, പിന്നെ ഇതൊന്നും ആവശ്യമില്ല. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം തോന്നിയതുപോലെ എപ്പോഴെങ്കിലും നിസ്കരിച്ചു. ചിലപ്പോൾ 3 വക്കത്തൊക്കെ ഒരു ദിവസത്തെ നിസ്കാരം കാണുള്ളൂ. അള്ളാഹ് 5 വക്കത്ത് പറഞ്ഞേക്കുന്നവർ 3 വക്കത്ത് നിസ്കരിക്കും. വേണ്ട, അള്ളാഹ് 3 പറഞ്ഞിട്ടുള്ളൂ. അഖിമിസ് സ്വലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ. 3 അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും 4 നിസ്കരിച്ചാൽ 4 അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി വഅശിയ്യൻ വഹീന തുദ്ഹിറൂൻ. 4 അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും നിസ്കരിച്ചാൽ മതി എന്ന് വേണമെങ്കിൽ പറയും. അല്ലാഹു തആല അങ്ങനെയൊന്നും പറയാതെ കാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മദ്രസയുടെ ചിട്ടയല്ല, മദ്രസയുടെ നിയമമല്ല. ഇത് ജീവിതത്തിൽ പകർത്താനുള്ള പരിശീലനമാണ്. ഇത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നതുപോലെ പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ജീവിതത്തിൽ പകർത്തി നമ്മൾ അനുഭവിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അത് വിളമ്പണം. അപ്പോഴേ ഉള്ളൂ അവർക്ക് അത് കഴിക്കാൻ പറ്റുള്ളൂ. അത് അവര് കഴിക്കുകയുള്ളൂ. നമ്മൾ കഴിക്കാത്തതിനെ കുറിച്ച് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. എല്ലാ ആലിമ്യങ്ങൾക്കും പറ്റുന്ന കുഴപ്പം അതാണ്. അവര് കഴിക്കാത്തതിനെ കുറിച്ച് അഭിപ്രായം പറയും. അപ്പൊ ആളുകൾ അംഗീകരിക്കില്ല. കഴിക്കാതെയാണ് പറയുന്നത് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ നമ്മളെ ചീത്ത പറയാൻ തുടങ്ങും. അവൻ നുണയനാണ്, കള്ളനാണ്, അങ്ങനെ പറയും, ഇങ്ങനെ പറയും. അതാ ഈ പള്ളിയിലും മഹല്ലുകളിലൊക്കെ അവരെ ഖത്തീബന്മാരെ നിർത്താത്തത്, മദ്രസയിൽ ഉസ്താദന്മാരെ നിർത്താത്തത്, മുഅല്ലിമീങ്ങളായിട്ട് നിൽക്കുന്നവരും നിർത്താത്തത്. കാരണം അവർ പഠിപ്പിക്കുന്ന പറയുന്ന കാര്യങ്ങൾ അവരിലില്ല. ആളുകൾക്കത് ബോധ്യപ്പെടും ഇത് വെറുതെ പറയുന്നതാണ് എന്ന്. അവരപ്പോൾ ഒഴിവാക്കും. അങ്ങനത്തെവർ വേണ്ട, കള്ളം പറയുന്നവർ വേണ്ട എന്ന്. അതുകൊണ്ട് നമ്മൾ കളവാകരുത്. പ്രവൃത്തിയും വാക്കും രണ്ടും യോജിക്കണം. അതല്ലേ സിദ്ഖ് എന്ന് പറയുന്നത്. സിദ്ഖ് എന്ന് പറഞ്ഞാൽ അതല്ലേ മുതാബഖത്തുൽ ഖബരിൽ വാഖിയ. ഖബർ വാഖിയനോട് യോജിച്ചതായിരിക്കണം. അപ്പോഴേ സിദ്ഖാവുള്ളൂ. അങ്ങനെയല്ല ഖബർ സാദിഖിന്റെ താരീഫൊക്കെ പഠിച്ചു. സർദാഖായദിനെ സബിയൊക്കെ വന്നില്ലേ? ഖബർ സാദിഖിന്റെ താരീഫൊക്കെ പഠിച്ചപ്പോ സിദ്ഖ് എന്ന് പറഞ്ഞാൽ മുതാബഖത്തുൽ ഖബരിൽ വാഖിയ ആയിരിക്കണം. അപ്പൊ വാഖിയ എന്താണോ അത് ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. അപ്പോഴേ ഉള്ളൂ സിദ്ഖാവുള്ളൂ. അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും പറയുന്ന മുസ്ലിയാക്കന്മാരാണെന്നല്ല. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വകൂനു മഅസ് സാദിഖീൻ. സിദ്ഖ് വേണം. നമ്മളുടെ ജീവിതത്തിൽ സിദ്ഖ് വേണം, സംസാരത്തിൽ സിദ്ഖ് വേണം, പെരുമാറ്റത്തിൽ സിദ്ഖ് വേണം, നമ്മളുടെ പ്രവർത്തനങ്ങളിൽ സിദ്ഖ് വേണം, നമ്മളുടെ സ്വഭാവത്തിൽ സിദ്ഖ് വേണം. എല്ലാത്തിലും സിദ്ഖിനെ മുറുകെ പിടിച്ച് നമ്മൾ ആകണമെങ്കിൽ ഈ കാര്യം മുഴുവൻ നമ്മളുടെ ജീവിതത്തിൽ പകർത്തണം. മദ്രസയിൽ നിന്ന് കിട്ടിയ പരിശീലനം ജീവിതകാലം ഉപയോഗിക്കാനുള്ള പരിശീലനമാണ് എന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും സ്ഥലത്ത് കളരിയിൽ പോയി അഭ്യാസം പഠിച്ചിട്ട് ആരെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സമയത്ത് നമ്മളെ അടിക്കാനോ തല്ലാനോ വരുമ്പം നമുക്ക് തോന്നിയതുപോലെ അയാളെ അടിക്കാൻ നിന്നു, ജയിക്കുവോ? നീ കളരി പഠിച്ചതല്ലേ, പിന്നെന്താ ഇങ്ങനെ നിനക്ക് തോറ്റുപോയി? കളരി പഠിച്ചത് അത് അവിടെ പഠിപ്പിച്ച സമയത്ത് പരിശീലിപ്പിക്കാൻ വേണ്ടി അവിടെ വെച്ച് പറഞ്ഞതല്ല. അത് പ്രയോഗിക്കാനൊന്നും അല്ലല്ലോ. ഞാൻ എനിക്ക് തോന്നിയതുപോലെ അടിച്ചു എന്ന് പറയും. അടിച്ചാ തോറ്റുപോകും. അപ്പൊ മദ്രസയിൽ പഠിപ്പിക്കുന്നത് മദ്രസയുടെ നിയമമായിട്ട് പഠിപ്പിക്കുന്നതല്ല, പരിശീലനമാണ്. നമ്മളുടെ ജീവിതത്തെ ആ നിലയിൽ പരിശീലിപ്പിക്കാൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അത് മുഴുവൻ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തി പരിശീലിച്ച് നോക്കണം. അതിനുള്ള ഒരു ചെറിയ സാമ്പിൾ പരിശോധന, എപ്പോഴും സാമ്പിൾ മാത്രമേ കാണുകയുള്ളൂ പരിശീലനം. ബാക്കിയുള്ളത് നമ്മൾ അതിൽ കൂടി ചെയ്തോളണം. അപ്പൊ അതുകൊണ്ട് ഫാരികങ്ങളെടുത്ത് ഈ ഒറ്റ വാക്കേ പറയാനുള്ളൂ, കൂടുതലൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. നമ്മളുടെ ഈ പരിശീലനം ജീവിതം മുഴുവൻ ഉണ്ടാകാനാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ഈ പഠിച്ച കാര്യങ്ങളെ ഇനി നമ്മൾ എങ്ങനെയാണോ ഉസ്താദന്മാർ ഈ പരിശീലനത്തിന് സാമ്പിൾ കാണിച്ചു തന്നത്, ആ സാമ്പിൾ വെച്ച് ബാക്കിയുള്ളത് നമ്മൾ പകർത്തിക്കൊള്ളണം. എന്തെങ്കിലും വിദ്യ പഠിപ്പിച്ചാൽ ഒന്നേ ഉണ്ടാക്കി പഠിപ്പിക്കുകയുള്ളൂ, എല്ലാം ഉണ്ടാക്കി പഠിപ്പിക്കില്ല. ചട്ടി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു ചട്ടി ഉണ്ടാക്കാനേ പഠിപ്പിക്കുകയുള്ളൂ, എല്ലാ ചട്ടികളും ഉണ്ടാക്കാൻ പഠിപ്പിക്കില്ല. എന്തെങ്കിലും സാധനം, വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിന് എത്ര വണ്ടി പഠിപ്പിക്കും? ഏതെല്ലാം കമ്പനിക്കാർ ഏതെല്ലാം സൈസ് വണ്ടി ഇറക്കുന്നു അത് മുഴുവൻ ഓടിക്കാൻ വേറെ വേറെ പഠിപ്പിക്കുമോ? അതോ ഒരു വണ്ടിയിൽ അത് ഓടിക്കാൻ മാത്രം പഠിപ്പിക്കുമോ? സാധാരണ നിലയിൽ വണ്ടി പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതെല്ലാം 800 ഉപയോഗിക്കുന്നത്, അത് വെച്ചാ പഠിപ്പിക്കുന്നത്. വലിയ വണ്ടി ഓടിക്കണവർക്കാണെങ്കിൽ ഏതെങ്കിലും ഹെവി വണ്ടി ഓടിക്കാനെല്ലാം പഠിപ്പിക്കുമ്പോൾ ഒരു ബസ്സോ എന്തെങ്കിലും ഓടിച്ച് പഠിപ്പിക്കും, ഇത്രയേ ഉള്ളൂ. അവൻ ഏത് കമ്പനിക്കാർ ഏത് വണ്ടി ഇറക്കിയാലും ഓടിക്കുന്നത് പോലെ തന്നെയാ എന്ന് പറഞ്ഞതുമാതിരി പരിശീലനം എപ്പോഴും ചെറിയ കാര്യത്തിലായിരിക്കും. പക്ഷെ എല്ലാം സ്ഥിരിച്ച് നോക്കണം. 800 ഞാൻ പഠിച്ചത്, അതുകൊണ്ട് അത് മാത്രമേ ഞാൻ ഓടിക്കുള്ളൂ. ആൾട്ടോ വന്ന ഞാൻ ഓടിക്കില്ല, സ്വിഫ്റ്റ് കൊണ്ടുവന്ന ഞാൻ ഓടിക്കില്ല, എനിക്കറിഞ്ഞോളൂ, ഞാൻ അത് പഠിച്ചിട്ടില്ല എന്നാരെങ്കിലും പറയൂ? ഇല്ല, ഏത് വണ്ടി വന്നാലും ഓടി. അപ്പൊ എന്ന് പറഞ്ഞതുമാതിരി പരിശീലനം ചെറിയ കാര്യത്തിലാണ്. എന്നെ ദുഹാസ്കരിക്കാനേ പഠിപ്പിച്ചുള്ളൂ മദ്രസയില്, വൈകുന്നേരം ദിക്രി ചൊല്ലണതേ പഠിപ്പിച്ചുള്ളൂ, രാവിലെ ദിക്രി എല്ലാം പഠിപ്പിച്ചില്ല. നമസ്കാരത്തിന് ജമാഅത്ത് 5 നേരത്തിന് മദ്രസയിൽ നിൽക്കുമ്പോഴാണ് പഠിപ്പിച്ചത്, വീട്ടിൽ പോയപ്പോഴൊന്നും പറഞ്ഞു തന്നിട്ടില്ല ഉസ്താദന്മാർ, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇതൊന്നും പറയരുത്. പരിശീലനമാണ്, പരിശീലനം ജീവിതത്തിൽ മുഴുവനും ഉണ്ടാകണം. അത് സ്വയം നമ്മളുണ്ടാകണം. പിന്നെ നമ്മളുടെ ബാധ്യത, ഉത്തരവാദിത്വം, അത് നിർവഹിക്കണം. ഉത്തരവാദിത്വം എന്താ? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കളുടെ വാരിസ്യങ്ങളാണ് ഉലമാക്കൾ. അംബിയാക്കളുടെ വാരിസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ ഒരുപാട് മുതലുണ്ടാക്കി വെച്ചേച്ച് പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വറാസത്തിന്റെ മസല പഠിച്ചിട്ടില്ലേ? ഇവനുണ്ടെങ്കിൽ അസബാക്കാരനാണ്, മുഴുവൻ കിട്ടും. ഇവനില്ലെങ്കിൽ ഇബനുൽ ഇബിന്, ഇബനുൽ ഇബനില്ലെങ്കിൽ ഇബനുൽ ഇബിന്. സിറാജ് കോദിയോ പഠിച്ചില്ലേ? അപ്പൊ അങ്ങോട്ട് താഴോട്ട് എത്ര പോയാലും അവന എന്ന് പറഞ്ഞ ഇബന് വൈൻ സഫുല, എത്ര താഴെ പോയാലും. അബെന്ന് പറഞ്ഞാൽ അബ് വൈനാല, എത്ര മുകളിൽ പോയാലും എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്പിയാക്കൾ വെച്ചേക്കുന്ന മുതലെല്ലാം ഇങ്ങോട്ട് ഹലോ അലമ്മ ഞാൻ ആദ്യം, അതുകൊണ്ട് എനിക്കും അതിന്റെ പങ്ക് കിട്ടണമെന്നും പറഞ്ഞ് വറാസത്ത് പള്ളിയിൽ പോയി എവിടെയെങ്കിലും ഇമാമായിട്ട് നിൽക്കുമ്പോൾ കാശുണ്ടാക്കാനുള്ള എല്ലാ വഴികളും നോക്കുക. കാരണം അമ്പിയാക്കളുടെ വാരിസ്യങ്ങളെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അമ്പിയാക്കൾക്ക് എവിടെ നിന്നെല്ലാം കാശുകൾ വരുമായിരുന്നു. സദക്കാട് വരും, സക്കാത്തിന്റെ വരും, സിആയത്ത് വരും, ജിബായത്ത് വരും, ഹറാജ് വരും, ഉസ്ർ വരും, ഇങ്ങനെ എല്ലാം വരുമായിരുന്നു. എല്ലാവരും കൊണ്ടൊന്ന് ഏൽപ്പിക്കുമായിരുന്നു. അപ്പൊ അതുപോലെ എനിക്കും വന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കാശുണ്ടാക്കാനുള്ള വഴി നോക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ല അമ്പിയാക്കളുടെ വറാസത്ത്. അമ്പിയാക്കളുടെ വറാസത്ത് അവര് വിട്ടേച്ചു പോയത് ഇന്നമാ വറസുൽ ഇൽം, ഇൽമ വിട്ടിട്ട് പോയത് വറാസത്തായിട്ട്. ആ ഇൽമ എന്ന് പറഞ്ഞാൽ എന്താ? ഉപയോഗിക്കാനല്ലേ ഇൽമ. ഇൽമ നാഫിയാണ്. അൽ ഇൽമു ഇൽമാനി ഫഇൽമുൻ ഫിൽ ഖൽബി ഫദാകൽ ഇൽമുൻ നാഫി വഇൽമുൻ അലൽ ലിസാൻ ഫദാക ഹുജ്ജത്തുല്ലാഹി അലാ ബനി ആദം. അപ്പൊ ഇൽമ, അമ്പിയാക്കളുടെ ഇൽമ എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമായ ഇൽമാണ്. പ്രവർത്തിക്കാത്ത ഇൽമ അമ്പിയാക്കൾക്കില്ലായിരുന്നു. അമ്പിയാക്കൾക്ക് അല്ലാഹു തആല ഇൽമ കൊടുത്തത് പ്രവർത്തിക്കാനാണ്, അവർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാ. ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ് അവർക്ക് അല്ലാഹു തആല ഇൽമ കൊടുത്തത്. അല്ലാഹു തആല വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പഠിപ്പിക്കുക എന്ന്. പഠിപ്പിക്കുന്ന എങ്ങനെയാ? മുഅല്ലിം, അല്ലാഹു തആല പ്രയോഗിച്ച പദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച പദം എന്താ? ഇന്നമാ ബുഇസ്തു മുഅല്ലിമ. മുഅല്ലിം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കേ മുഅല്ലിം എന്ന് പറയുള്ളൂ. തിയറി പഠിപ്പിച്ചാൽ മുഅല്ലിമാവൂല. എത്ര നേരം പ്രസംഗിച്ച് ഞാൻ പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ മുഅല്ലിമാവൂല. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചെയ്ത് കാണിച്ചു തന്ന് നിങ്ങൾ ആ നിലയിൽ പഠിപ്പിക്കണം, അപ്പോഴേ മുഅല്ലിമാവുള്ളൂ. പഠിപ്പിച്ചു തരണമെങ്കിൽ നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ നിസ്കരിക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെയല്ല. കമാ റഅയ്തുമൂനി ഉസല്ലി ഖുദു അന്നി മനാസികകും ഫഇന്നി ഇംറുഉൻ മഖ്ബൂൽ. ഹജ്ജ് ഞാൻ ഒരുപാട് പേരെടുത്ത് ഹജ്ജിന്റെ നിയമം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹജ്ജിന് വരുന്നതിന് മുമ്പായി ധാരാളം പേര് വന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ അയച്ചിട്ടുണ്ട് ഹജ്ജിന്. പക്ഷെ അതൊന്നുമല്ല, ഞാനിപ്പോ എന്താ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ട് ഞാൻ ഹജ്ജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കണ്ട് പഠിച്ചു വെക്ക്, എന്നിട്ട് അതുപോലെ ഹജ്ജ് ചെയ്യ്. കാരണം എന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കാണൂല. ലഅല്ലി അൽഖാകും ബഅദ ആമി ഹാദാ. അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നതുപോലെ. ഇതിന്റെ പേരാ മുഅല്ലിം എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് വുളു എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു കൊടുത്തത്?
വുളുവിന്റെ ഫർള് 6 അല്ലെങ്കിൽ 4, മുസ്തഹബ് ഇത്ര, സുന്നത്ത് ഇത്ര, അങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. വുളുവിന്റെ ഷർത്തുകൾ ഇത്ര എന്ന് പറഞ്ഞു കൊടുക്കുകയാണോ ചെയ്തത്? പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു, വെള്ളം കൊണ്ടുവന്ന് വുളു ചെയ്ത് കാണിച്ചു കൊടുത്തു. സഹാബാക്കളും അത് തന്നെ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളു ചോദിച്ചപ്പോ എന്താ വുളു ചെയ്തിട്ട് പറഞ്ഞു, ഹകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ല. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് വുളു ഇങ്ങനെയാ പറഞ്ഞു എന്ന് പറഞ്ഞ് വുളുവിന്റെ ഫർള് ഇത്രയാണ്, ഷർത്ത് ഇത്രയാണെന്ന് പറഞ്ഞു കൊടുക്കല്ല ചെയ്തത്. അപ്പൊ മുഅല്ലിം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാ മുഅല്ലിം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ജനങ്ങൾക്കിടയിൽ എങ്ങനെയാകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കുന്നവരാകണം. നമ്മളെ കണ്ട് ആളുകൾ പഠിക്കണം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്, എന്താണ് ദീന്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമെന്ന് നമ്മളെ കണ്ട് പഠിക്കണം. അതിനാണ് അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായിട്ട് നമ്മൾ എത്ര അതിൽ ഉയർന്നവരാകുമോ അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉയർത്തുകയും അല്ലാഹു നമ്മളെ ഏറ്റെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ദിക്ർ, ഖുർആൻ അവതരിപ്പിച്ചതും ഞാനാണ്, ആ ഖുർആനിനെ സംരക്ഷിക്കുന്നവനും ഞാനാണ്. അല്ലാഹ് വലിയ അലമാരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ, ഖുർആനെല്ലാം പറക്കി വെച്ച് അടച്ച് പൂട്ടി വെക്കാൻ, ആരും എടുത്തോണ്ട് പോകാതെ, ആരും കീറിക്കളയാതെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഖുർആൻ അല്ലാഹ് അലമാരിയിൽ വെച്ച് പൂട്ടിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ അല്ലാഹ് സൂക്ഷിക്കണം? നമ്മളൊക്കെ ആണെങ്കിൽ ഖുർആൻ സൂക്ഷിക്കുന്നത് എങ്ങനെയാ? ഇവിടെ പള്ളിയിൽ അവിടെ ഇവിടെ എല്ലാം ഖുർആൻ കിടന്നാൽ സൂക്ഷിക്കുന്നത് എങ്ങനെയാ? എല്ലാം പറക്കി കൊണ്ടുവന്ന് നല്ലപോലെ അടുക്കി അലമാരിയിൽ കൊണ്ടുവന്ന് വെച്ച് അടച്ചു വയ്ക്കും. അപ്പൊ സൂക്ഷിക്കലായി. അല്ലാഹ് ഇതുപോലെ ഖുർആൻ എവിടെയെങ്കിലും അടച്ചു വെച്ചിട്ടുണ്ടോ? അല്ലാഹു തആല ഖുർആൻ അടച്ചു വെച്ചിട്ടുണ്ട്. എവിടെയാ? ബൽ ഹുവ ആയാതുൻ ഫീ സുദൂരിൽ ലദീന ഊതുൽ ഇൽം. ആലിമീങ്ങളുടെ ഹൃദയങ്ങളിലാണ് അല്ലാഹു തആല ഖുർആനിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോ ഖുർആനിനെ സൂക്ഷിക്കണമെങ്കിൽ അല്ലാഹു തആല സൂക്ഷിക്കാമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇൽമ ഖുർആനിന്റെ ആയാത്തുകൾ വെച്ചിരിക്കുന്നോ അവരെ സൂക്ഷിക്കാമെന്നാ വെച്ച് പറഞ്ഞത്. അലമാരിക്കകത്ത് കൊണ്ട് ഖുർആൻ എല്ലാം പറക്കി വെച്ചു, എന്നിട്ട് ഇനി ഖുർആൻ സൂക്ഷിക്കുക. അലമാരി മറിച്ച് തള്ളിയിട്ടു, അതവിടെ തീക്കകത്ത് കിടന്നു, വെള്ളത്തിനകത്ത് മറിഞ്ഞു വീണു. അപ്പൊ ഖുർആൻ എപ്പോഴും സുരക്ഷിതമായിരിക്കും, സൂക്ഷിക്കും അല്ലേ? അത് അലമാരി സൂക്ഷിക്കൂ? മറിഞ്ഞു വീഴാതെ, വെള്ളത്തിൽ വീഴാതെ, തീ പിടിക്കാതെ, കത്തിപ്പോകാതെ സൂക്ഷിക്കൂ. അപ്പൊ എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റിരിക്കുകയാണ് നമ്മളെ സൂക്ഷിക്കാമെന്ന്. പക്ഷെ നമ്മൾ എന്താകണം? ഖുർആനിന്റെ അലമാരി ആകണം. ഖുർആൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കാണേണ്ടതാണ്. ആ ജീവിതത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറായി നമ്മൾ നിന്നാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൂക്ഷിക്കും, നമ്മളുടെ കാവൽക്കാരനാകും. നമ്മളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള വഴി അല്ലാഹു തആല ഉണ്ടാക്കി തരും. അതിനുള്ള മാർഗം അല്ലാഹു നമ്മളുടെ മനസ്സിൽ തോന്നിപ്പിച്ചു തരും. അതുകൊണ്ട് നമ്മൾ ഖുർആനിന്റെ യഥാർത്ഥ വാഹകരാകണം. ഹാമിലുൽ ഖുർആൻ ഗൈറുൽ ഗാലി ഫീഹി വലൽ ജാഫി അൻഹു. ഹാമിലുൽ ഖുർആനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സിഫത്ത് 2. ഗൈറുൽ ഗാലി ഫീഹി വലൽ ജാഫി അൻഹു. അതിന് കടന്നും പോകരുത്, ഒന്നും ഇല്ലാതെയായി പോവുകയും ചെയ്യരുത്. അങ്ങനത്തെ ഹാമിലുൽ ഖുർആൻ ആകണം. ഈ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഹാമിലുൽ ഖുർആനായി നിന്നുകൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാൻ സൂക്ഷിച്ചോളാമെന്ന് അല്ലാഹു തആല ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു തആലയാൽ സൂക്ഷിക്കപ്പെടുന്നവരായി നമ്മൾ ആകാൻ ശ്രമിക്കണം. അപ്പോഴാ യഥാർത്ഥ പ്രയോജനം നമുക്കുണ്ടാകുന്നത്. അങ്ങനത്തെ പ്രയോജനം കിട്ടുന്ന യഥാർത്ഥ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ആകണമെന്നുള്ള ആഗ്രഹത്തിൽ, ആകുമെന്നുള്ള പ്രതീക്ഷയിൽ, അതിന് പരിശ്രമിക്കാനുള്ള യോഗ്യതയിലേക്ക് നിങ്ങൾ പതുക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യപ്പെട്ടതിന്റെ പേരിൽ അതിന്റെ ഒരു അംഗീകാരം, അത് സമ്മതിച്ച് നിങ്ങളുടെ ഉസ്താദന്മാർ ആളുകളുടെ മുമ്പിൽ പറഞ്ഞ് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ദാ ഈ സാധനങ്ങള് നിങ്ങൾക്ക് കൊണ്ട് ഉപയോഗിച്ച് ഇതിനെ കണ്ടു പഠിക്കാൻ നിങ്ങൾക്ക് കൊള്ളാൻ കിട്ടുമെന്നും പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറക്കി വിടുകയാണ്. നിങ്ങള് ഉസ്താദന്മാര് പിടിച്ച് കാണിച്ചു കൊടുക്കുക ആളുകളുടെ മുമ്പിലേക്ക്. ഞങ്ങളെയൊക്കെ കാണിച്ചു തരാ, ഇവരെ കണ്ടു പഠിച്ചോ, ഇവർ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന്. ആ കാര്യമാണ് നിങ്ങൾക്ക് തരുന്ന സനദിന്റെ അർത്ഥം. അതുകൊണ്ട് സനദ് വാങ്ങിക്കുന്ന ഉലമാക്കൾ ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച് യഥാർത്ഥ ബോധമുള്ളവരായിരിക്കണം. ആ നിലയിൽ ജീവിക്കണം. ഉമ്മത്തിനിടയിൽ ഉമ്മത്തിന് മാതൃകയായ നിലയിൽ നിന്നുകൊടുക്കാൻ യോഗ്യരാകണം. ആ യോഗ്യത എപ്പോഴും നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കണം. സ്വയം അത് മുഴുവനും ഉണ്ടാക്കി തീർത്തു വേണം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇറങ്ങാൻ. ഇല്ലെങ്കിൽ അവഹേളിതരായി പോകും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കറി കഴിക്കാതെ കറിയുടെ അഭിപ്രായം പറഞ്ഞതുപോലെ ആയിപ്പോകും. അങ്ങനെ ആകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ നിലയിൽ
യഥാർത്ഥ മാതൃകാ പുരുഷന്മാരായി, യഥാർത്ഥ മസലായി, യഥാർത്ഥമായ നിലയിൽ അള്ളാഹുവിന്റെ ദീനിനെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അതിലേക്ക് എത്തിക്കുന്ന ഹക്കായ ദാഴികളായി, റബ്ബാനിയങ്ങളായ ഉഖ്റവിയായ ഉലമാക്കളുടെ കൂട്ടത്തിൽ ഈ ഫാരിഖീങ്ങളെയും ബാക്കി മദ്രസയിലുള്ള മുഴുവൻ ഫാരിഖാകുന്ന മുതഅല്ലിമീങ്ങളെയും ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തിൽ വന്നു പോകുന്ന മുഴുവൻ മുതഅല്ലിമീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി ഖബൂലാക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉസ്താദന്മാർ, ഖാദിമീങ്ങൾ എല്ലാവരെയും അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. അങ്ങനെ നമ്മളുടെ സ്ഥാപനത്തിന്റെ പിന്നിൽ ഈ ലക്ഷ്യം വെച്ച് ജീവിച്ച് ഈ ആഗ്രഹത്തോടു കൂടി നമ്മിൽ നിന്നും വേർപെട്ടു പോയതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ അഹ്മദ് കുഞ്ഞി സാഹിബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ചരിത്രമൊന്നും ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ പറയാൻ എനിക്ക് ഓർമ്മ വന്നു പോവുകയാണ്. ഒരുപാട് കാലത്തെ ബന്ധത്തിന്റെ പേരിൽ, അദ്ദേഹത്തെ കുറിച്ചുള്ള പരിചയത്തിന്റെ പേരിൽ പറഞ്ഞു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഒരുപാട് ഗുണങ്ങൾ നൽകി, ഒരുപാട് ഗുണങ്ങൾ, അസൂയാവഹമായ ഗുണങ്ങൾ, സാധാരണ ഗുണമൊന്നുമല്ല, അസൂയപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഗുണങ്ങൾ. എത്ര നേരം ആളുകൾ വന്ന് കാത്തിരുന്നാലും മുഷിപ്പില്ലാതെ അദ്ദേഹത്തെ കണ്ടിട്ടേ പോകുമായിരുന്നുള്ളൂ. മരുന്ന് വാങ്ങിക്കാൻ വരുന്ന ആളുകൾ എത്ര വലിയ കടുത്ത രോഗിയാണെങ്കിലും ചിലപ്പോ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരും. കാത്തിരുന്ന് വിഷമിച്ച ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാലും അദ്ദേഹത്തെ കണ്ട് മരുന്ന് വാങ്ങിക്കാതെ പോകില്ല. അദ്ദേഹത്തിന്റെ പ്രത്യേക ഗുണം എന്താ? നമുക്കൊക്കെ നാണക്കേടാ, പറയാൻ തന്നെ നാണക്കേടായി പോകുന്നു. ഒരു വക്ത് ജമാഅത്ത് നമസ്കാരം എന്തെങ്കിലും ചെറിയ കാരണമുണ്ടെങ്കിൽ നമ്മളൊക്കെ ഉപേക്ഷിക്കുന്നവരാണ്. ജമാഅത്ത് നമസ്കാരം നടക്കുന്നു, നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാരണം വന്നു, നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി വുളൂ ചെയ്ത് തയ്യാറായി പള്ളിയിലേക്ക് ജമാഅത്തിന്റെ സമയത്ത് ഇറങ്ങി പോവുകയാണ്. അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മളെ കാണാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ വന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ വന്നത്, വീട്ടിലേക്ക് എന്തെങ്കിലും കാര്യത്തിന് ആരെങ്കിലും വന്നത്, നമ്മൾ അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ച് അവരുടെ കാര്യം എന്താണെന്ന് ചോദിച്ച് അവരെ സ്വീകരിക്കാൻ വേണ്ടി നിന്ന് നമ്മളുടെ ജമാഅത്ത് നഷ്ടപ്പെടുത്തി കളയും. അത് കഴിയുമ്പോൾ ജമാഅത്ത് അവിടെ തീർന്നു, പിന്നെ നമ്മൾ പോയി നിസ്കരിച്ചിട്ട് വരും. എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടെങ്കിൽ മതി. നമ്മൾ പള്ളിയിലേക്ക് പോകാൻ നേരത്ത് വീട്ടിന്റെ മുറ്റത്ത് നിൽക്കുന്ന മരത്തിൽ നിന്നും ഒരില താഴെ വീണാൽ മതി, ആ ഇല എടുത്ത് കളയാൻ വേണ്ടി നമ്മൾ അതെടുത്ത് മാറ്റിക്കൊണ്ടുപോയി പറമ്പിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ടേച്ച് വരുമ്പോൾ ഇവിടെ ജമാഅത്ത് തീർന്നിരിക്കും. അപ്പൊ അത്രയും നിസ്സാര കാര്യത്തിന് വേണ്ടി ജമാഅത്ത് ഉപേക്ഷിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ബഹുമാന്യനായ ഡോക്ടറെ ഞാൻ കണ്ടിട്ടുണ്ട്, എത്ര രോഗികളൊന്നും ഇവിടെ കാത്തിരുന്നാലും ബോർഡ് വെച്ചിട്ടുണ്ട്, പ്രത്യേക നമസ്കാര സമയത്ത് കൺസൾട്ടിങ് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കും. ബാങ്ക് കേട്ടാൽ നമസ്കാരത്തിന്റെ ജമാഅത്തിന്റെ സമയം കൃത്യം നോക്കി വെക്കും. ഹദീസില് നമസ്കാരത്തിന്റെ സമയങ്ങൾ പ്രത്യേകം ഗൗനിച്ചിരിക്കുന്ന ആളുകളുടെ മഹത്വങ്ങളെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഈ പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ജമാഅത്തിന്റെ സമയമാകുമ്പോൾ എത്ര രോഗികൾ ഇരുന്നാലും കൃത്യമായി ജമാഅത്ത് നമസ്കാരത്തിന് പോകും. നമസ്കാരം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ പിന്നെ നോക്കാറുള്ളൂ. ഇതൊരു സാധാരണ ഗുണമൊന്നുമല്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ എത്ര വലിയ വിലപ്പെട്ടതാണ് എന്ന് ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ജമാഅത്ത് നമസ്കാരത്തെ കുറിച്ച് ഈ നിലയിൽ ശ്രദ്ധയുള്ള ആളുകൾ, അങ്ങനെ ജീവിതം മുഴുവൻ ആ ശ്രദ്ധ നിലനിർത്തിയ ആളാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ നാണം കെട്ടുപോയിട്ടുണ്ട്. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയോ മുലാഖാത്തിനോ മറ്റോ വരുന്ന സമയത്ത് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ചായ എല്ലാം തരും, അല്ലെങ്കിൽ ആഹാരം തരും, എല്ലാം തരും. ഡോക്ടറെ അടുത്ത് ചോദിക്കുമ്പോൾ ഇന്നി സാഹിബ്, തിങ്കളും വ്യാഴവും സാധാരണ നിലയിൽ മുടങ്ങാതെ നോമ്പനുഷ്ഠിക്കുന്ന ഒരാളാണ്. നോമ്പായിരിക്കും തിങ്കളും വ്യാഴവും. നമുക്ക് ആഹാരമൊക്കെ തരും, നമ്മളെ കൂട്ടത്തിൽ കൂടുകയൊക്കെ ചെയ്യും, പക്ഷെ കഴിക്കില്ല. നോക്കുമ്പോൾ നോമ്പ. നമ്മൾ വലിയ ആളുകളായിട്ട് വലിയ ആലിമ്യങ്ങൾ അതായതാണെന്ന് നമ്മൾ പറയും, പക്ഷെ മുടങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുക എന്നുള്ളത്. തിങ്കളാഴ്ചത്തെയും വ്യാഴാഴ്ചത്തെയും നോമ്പിനെ സംബന്ധിച്ച് എന്തെല്ലാം മഹത്വങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രയോ ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഇതെല്ലാം ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണ്. എത്രയോ, ഒരു ദിവസം 2 ദിവസം, ഒരു പ്രാവശ്യം 2 പ്രാവശ്യമല്ല, നാളുകളോളം ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഭാഗ്യം നൽകിയ ഒരു മനുഷ്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജാത്തുകളെ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്ത മുഴുവൻ നല്ല കാര്യങ്ങളും അല്ലാഹു തആല ഏറ്റവും ഉയർന്ന നിലയിൽ കബൂലാക്കുമാറാകട്ടെ. ഉലമാക്കളോട് മുതഅല്ലിമീങ്ങളോട് പ്രത്യേക ബന്ധമായിരുന്നു, പ്രത്യേക ബഹുമാനമായിരുന്നു. ഉലമാക്കളോട് എത്രയോ വിനയമായിരുന്നു. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും വലിയ ഒരു ഡോക്ടറായിരുന്ന ആളുകളെല്ലാം അംഗീകരിക്കുന്നു, പക്ഷെ ആലിമീങ്ങളോടുള്ള വിനയം. നമ്മളൊക്കെ അങ്ങനെ ഒരു ഡോക്ടർ ആവുകയോ എന്തെങ്കിലും വന്നൊരു മുറിവൈദ്യനായാൽ മതി, അയാൾ പിന്നെ ആകാശത്തിന്റെ മുകളിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ആരെങ്കിലും കയറ് കെട്ടി എറിഞ്ഞാൽ കൂടെ നമ്മൾ എത്തൂല, കാലെ പിടിക്കാൻ നോക്കൂല. അത്ര ഉയരത്തിലായി പോകും നമ്മൾ, അത്രയും പൊങ്ങിപ്പോകും. ഈ മനുഷ്യന്റെ വിനയവും താഴ്മയും ഉലമാക്കളോടുള്ള വളരെ വിനയത്തോടു കൂടിയുള്ള പെരുമാറ്റവും എല്ലാം
കണ്ട് പഠിക്കേണ്ടതാണ്. പഠിക്കാനുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ആളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തീരുമാനം അലംഘനീയമാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കണമെങ്കിൽ നേരത്തെ കൊണ്ടുപോകാൻ അള്ളാഹ് തീരുമാനിച്ച കൊണ്ടുപോകും. നമുക്ക് യോഗ്യതയില്ലാത്തത് കൊണ്ടാണ് നേരത്തെ അദ്ദേഹത്തെ കൊണ്ടുപോയതെന്ന് തോന്നിപ്പോകുന്നു ചിലപ്പോൾ. ഈ സ്ഥാപനങ്ങളിലൊക്കെ വളരുന്ന നമ്മളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പഠിക്കാൻ യോഗ്യതയില്ലാത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ നേരത്തെ അല്ലാഹു തആല കൊണ്ടുപോയതാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ നിലയിൽ നല്ല ഗുണങ്ങളുള്ള ആളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഗുണങ്ങളെല്ലാം അറിയാനും മനസ്സിലാക്കാനും നല്ലതിനെ പകർത്താനും അള്ളാഹു നമുക്കും ഭാഗ്യം തരുമാറാകട്ടെ. അവർ ചെയ്ത മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു തആല കബൂലാക്കി അവരെയും അവരുടെ കുടുംബത്തെയും അവരുടെ പരമ്പരയെയും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി കബൂലാക്കുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും ആ വഴിയിൽ അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു. ആഗ്രഹം കൊണ്ടാണ് ഈ സ്ഥാപനവും വന്നത്. അദ്ദേഹത്തിന്റെ ദുആയും ആഗ്രഹവും എല്ലാം ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പൂർവോപരി വളർത്തി വലുതാക്കി അതിന്റെ മുഴുവൻ പ്രയോജനങ്ങളും അദ്ദേഹത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് നമ്മളെക്കാൾ കൂടുതൽ ഇത് കണ്ട് സന്തോഷിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. اللهم صل وسلم وبارك على رسولك ونبيك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اغفر لنا وارحمنا ولوالدينا رب ارحمهما كما ربياني صغيرا. اللهم اشف مرضانا وارحم موتانا. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. റഹ്മാനായ അല്ലാഹുവേ, കരുണയുള്ള റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും നിന്റെ കരുണ കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളിൽ നിന്നും വേർപെട്ടുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഡോക്ടർ അഹ്മദ് സാഹിബ്, അതുപോലത്തെ ബാക്കി ഞങ്ങൾക്ക് ബന്ധപ്പെട്ട എല്ലാ ആളുകളും കാലത്തിനടുത്ത് ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ ധാരാളം ഉലമാക്കൾ, അല്ലാഹുവേ, അവരെ എല്ലാവരെയും നീ നിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ സ്വീകരിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, അവരുടെ എല്ലാവരുടെയും ദറജാത്തുകളെ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. വേർപെട്ടു പോയതിന്റെ പേരിൽ എന്തെല്ലാം വിടവുകൾ വന്നിട്ടുണ്ടോ, വിടവുകളെല്ലാം നീ പരിഹരിച്ചു തരണേ റഹ്മാനെ. യാ അല്ലാഹ്, അവർക്കെല്ലാം നിഅമൽ ബദൽ തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉലമാക്കൾ, സഹായികൾ, രോഗികളായി കഴിയുന്നവർ, അവർക്കെല്ലാം ശിഫ നൽകി ദീർഘായുസ് നിന്റെ ആഫിയത്തോടുകൂടി നിന്റെ റിളായോടുകൂടി നിന്റെ ഇബാദത്തിലായി നൽകി അവരുടെ തണൽ ഞങ്ങളുടെ മേൽ നീ നിലനിർത്തി തരണേ റഹ്മാനെ. യാ അല്ലാഹ്, ദീർഘനാൾ അവരുടെ നേതൃത്വത്തിൽ നിർദ്ദേശത്തിൽ കഴിയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളെ നേരായ വഴിയിൽ നയിക്കുന്ന ഞങ്ങളുടെ നേതൃത്വത്തെ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, രോഗികളായി ധാരാളം ആളുകൾ കഴിയുന്നു, പുതിയ പുതിയ രോഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളെയോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയോ ആരെയും ആ നിലയിൽ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ആരെല്ലാം ദുആയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ടോ മുഴുവൻ ആളുകൾക്കും, മുഴുവൻ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങളായ ആണുങ്ങൾ, പെണ്ണുങ്ങൾ, രോഗികളായി കഴിയുന്നവർ, എല്ലാ നിലയിലുള്ള രോഗങ്ങളും, ശാരീരികമായ മാനസികമായ രോഗങ്ങൾ, പലതരത്തിലുള്ള രോഗത്തിൽ കഴിയുന്ന ആളുകൾക്കെല്ലാം അല്ലാഹുവേ നീ പൂർണ്ണമായ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കാമിലായ ആജിലായ ദായിമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും രോഗികളായ ആളുകൾ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റെല്ലാ ബന്ധുക്കൾ, അങ്ങനത്തെ രോഗത്തിൽ കഴിയുന്ന എല്ലാവരെയും എല്ലാവിധ രോഗത്തിൽ നിന്നും നീ ആഫിയത്ത് ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, എല്ലാവർക്കും എല്ലാ നിലയിലുള്ള ഖൈറ് ബറക്കാത്തുകളും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഞങ്ങളുടെ ബന്ധുക്കളോടൊത്ത് നീ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അവസാനം നിന്റെ റിളായും നിന്റെ ലിഖായും തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ദുആക്കളെ നിന്റെ മഹ്ലായ ഫളൽ കൊണ്ട് നീ ഖബൂലാക്കി താ. റബ്ബന آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صل على النبي محمد.